ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നോളജ് ഫാക്ടറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാം. ഓക്കെ, PSC പറഞ്ഞിട്ടുള്ള വേൾഡ് ഹിസ്റ്ററിയിൽ ആദ്യം പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഹത്തായ വിപ്ലവം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ടിലെ സ്റ്റുവർട്ട് എന്ന് പറയുന്ന രാജവംശവും അവിടുത്തെ പാർലമെന്റും തമ്മിലുള്ള ഒരു അധികാര വടംവലിയാണ്. ആർക്കാണ് ഏറ്റവും കൂടുതൽ അധികാരമുള്ളത്? രാജാവിനാണോ അതോ പാർലമെന്റിനാണോ? ഇതിനെക്കുറിച്ച് നടന്ന ഒരു അധികാര വടംവലിയും അതിനോടനുബന്ധിച്ച് ഒരു അധികാര കൈമാറ്റവും നടക്കുന്നതാണ് നമ്മൾ ഈ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ചില സംഭവങ്ങൾ ഒരു കഥ പോലെ ഞാനിതാ പറയാൻ പോവുകയാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. അത് ആദ്യമായിട്ട് ഈ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൻ്റെ മറ്റു പേരുകൾ എന്തല്ല. അപ്പോൾ ഒന്നാമത് ഇതിനെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നു. മഹത്തായ വിപ്ലവം, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നും പറയാം. എന്താ പറയുന്നത്? ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നും പറയുന്നു. മഹത്തായ വിപ്ലവം അഥവാ ഗ്ലോറിയസ് റെവല്യൂഷൻ. രണ്ടാമത് അതിനെ രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നു. എന്താണ്? രക്തരഹിത വിപ്ലവം. അല്ലെങ്കിൽ നമുക്കതിനെ ബ്ലഡ് ലെസ് റെവല്യൂഷൻ എന്ന് പറയാം. രക്തരഹിത വിപ്ലവം അഥവാ ബ്ലഡ് ലെസ് റെവല്യൂഷൻ എന്നും പറയാം. മറ്റൊരു പേരുണ്ട്, കൊട്ടാരം വിപ്ലവം എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കൊട്ടാരം വിപ്ലവം എന്നും ഇതിനെ പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ കൊട്ടാരം വിപ്ലവം എന്നറിയപ്പെടുന്നതും മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നതും രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്നതും ഒക്കെ ഒരു വിപ്ലവത്തെയാണ്. ഇംഗ്ലണ്ടിൽ 1688 നടന്ന ഒരു വിപ്ലവം. രക്തരഹിത വിപ്ലവം എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ഒരു അധികാര കൈമാറ്റം നടന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ബ്ലഡ് ലെസ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അധികാര കൈമാറ്റം ആയതുകൊണ്ടാണ് ഇതിനെ കൊട്ടാരം വിപ്ലവം അഥവാ പാലസ് റെവല്യൂഷൻ എന്നും വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പല പേരുകളിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അറിയപ്പെടുന്നുണ്ട്. ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ സെറ്റാണ്. എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണ്ടത് എന്തുകൊണ്ടാണ് ഈ ഒരു വിപ്ലവം നടന്നത്? സിമ്പിളായ ആൻസറാണ്. ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് ഇംഗ്ലണ്ടിലെ രാജാവിനാണോ പാർലമെന്റിനാണോ? അപ്പൊ പാർലമെന്റും രാജാവും തമ്മിൽ നടന്ന ഈ അധികാര വടംവലിയെയാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? ഓക്കെ, ഇനി ഞാൻ ചില വാക്കുകൾ എഴുതിയിടുകയാണ്. ചില വാക്കുകൾ, ആ വാക്കുകളിൽ ഒന്ന് നിങ്ങൾ പരിചയപ്പെടുക. ഇംഗ്ലണ്ടിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് രണ്ട് രാജവംശങ്ങളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടണം. ഒന്നാമത്തെ രാജവംശത്തിന്റെ പേര് ട്യൂഡർ രാജവംശം എന്നാണ്. എന്താണ് പേര്? ട്യൂഡർ രാജവംശം. ഇത് വിപ്ലവത്തിന് തൊട്ട് മുമ്പ് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശമാണ്. ഇനി വിപ്ലവം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിപ്ലവത്തിന് കാരണമാകുന്ന രാജവംശം ചോദിച്ചാൽ അത് സ്റ്റുവർട്ട് രാജവംശമാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. സ്റ്റുവർട്ട് രാജവംശം. അപ്പൊ രണ്ട് രാജവംശങ്ങളായ ഏതെല്ലാമാണ്? ഒന്നാമത്തത് ട്യൂഡർ രാജവംശം, മറ്റൊന്ന് സ്റ്റുവർട്ട് രാജവംശം. ഇനി നമ്മൾ പറയുന്ന രണ്ട് വാക്കുകൾ, ഇത് ഒന്നാമത്തതാണ്, ഇത് രണ്ടാമത്തെ സെറ്റാണ് അടുത്ത് പറയുന്നത്. ഫ്യൂഡൽ പ്രഭുക്കന്മാർ അല്ലെങ്കിൽ ഫ്യൂഡലിസം. ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ട് ഒരു വാക്കുകൂടെ നമ്മൾ പറയണം. രണ്ട് തരം പൗരന്മാർ അവിടെ ഉണ്ട്. ഒന്നാമത്തെ പൗരന്മാരെ നമ്മൾ ഫ്യൂഡലിസ്റ്റ് പ്രഭുക്കന്മാരെന്ന് പറയും. രണ്ടാമത്തത് മധ്യവർഗം. ഓക്കെ, അതുമായി ഇനി നമ്മൾ കാണേണ്ടത് അവിടുത്തെ രണ്ട് മതവിഭാഗങ്ങളെ കുറിച്ചാണ്. അതായത് ഒന്നാമത്തത്
ആംഗ്ലിക്കൻ മതം. ആംഗ്ലിക്കൻ മതം. ഈ വേഴ്സ് ഒന്ന് പരിചയപ്പെടുക, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഇത് ആംഗ്ലിക്കൻ മതം. അടുത്ത അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു മതമാണ് പ്യൂരിട്ടൻ മതം. പ്യൂരിട്ടൻ മതം. പ്യൂരിട്ടൻ മതം. ഓക്കെ. അപ്പൊ ഈ 6 വേർഡുകൾ നമ്മുടെ മനസ്സിനകത്ത് വേണം. ഏതൊക്കെയാണ്? ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന 2 രാജവംശങ്ങളാണ് ട്യൂഡർ രാജവംശവും സ്റ്റുവർട്ട് രാജവംശവും. ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന 2 ജനവിഭാഗങ്ങളാണ് ഫ്യൂഡൽ പ്രഭുക്കന്മാരും മധ്യവർഗവും. അപ്പൊ ആദ്യം നമുക്ക് ട്യൂഡർ രാജവംശം നോക്കാം. വിപ്ലവം ഉണ്ടാകുന്നതിന് മുമ്പ്, അതായത് 1628 വിപ്ലവം ആരംഭിക്കുന്നതിന് മുൻപ്, 1688 വിപ്ലവം ആരംഭിക്കുന്നതിന് മുമ്പ് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ് ട്യൂഡർ രാജവംശം എന്ന് പറയുന്നത്. ഈ ട്യൂഡർ രാജവംശം ആരംഭിക്കുന്നത് 1485 ഹെൻറി 7 എന്ന രാജാവാണ് ട്യൂഡർ രാജവംശം സ്ഥാപിക്കുന്നത്. ഒന്നുകൂടെ, ട്യൂഡർ രാജവംശം സ്ഥാപിച്ച വർഷം 1485. ട്യൂഡർ രാജവംശം സ്ഥാപിച്ച രാജാവിന്റെ പേര് ഹെൻറി 7 രാജാവ്. എന്താണ് രാജാവിന്റെ പേര്? ഹെൻറി 7 എന്നാണ്. ഹെൻറി 7. ക്ലിയർ ആണേ? ഈ രാജവംശം 1603 അവസാനിക്കുന്നു. ഏത് വർഷമാണ്? 1603 അവസാനിക്കുന്നു. നമുക്കൊന്നുകൂടെ ഇത് കാണാം. 1603 ട്യൂഡർ രാജവംശം അവസാനിക്കുന്നതോടുകൂടി അടുത്തു വരുന്ന രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം. അപ്പൊ സ്റ്റുവർട്ട് അവിടെ നിൽക്കട്ടെ. ട്യൂഡർ രാജവംശത്തിന്റെ കഥ ഞാൻ പറയുകയാണ്, മറ്റൊന്നുമല്ല. രാജാവ് അല്ലെങ്കിൽ ഈ രാജവംശത്തിലെ രാജാക്കന്മാർ പാർലമെന്റുമായി സഹകരിച്ച് പ്രവർത്തിച്ചു. ഇവര് ഫ്യൂഡൽ പ്രഭുക്കന്മാരെ അമർച്ച ചെയ്തു ഭരിച്ചു. ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് എതിരായിരുന്നു നമ്മുടെ ട്യൂഡർ രാജാക്കന്മാർ. മധ്യവർഗത്തെ അനുകൂലിച്ചുകൊണ്ടാണ് അവർ ഭരിച്ചത്. എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടി ഭരണം നടത്തി. ഫ്യൂഡലിസത്തിന് എതിരായിരുന്നു. പാർലമെന്റ് പറയുന്നതിന് അനുസരിച്ച് ഭരിച്ചു, അല്ലെങ്കിൽ പാർലമെന്റുമായി യോജിച്ച് മുന്നോട്ട് പോയി. അങ്ങനത്തെ രാജവംശമാണ്, രാജാക്കന്മാരാണ് ട്യൂഡർ രാജാക്കന്മാരെന്ന് പറയുന്നത്. ക്ലിയർ ആണേ? അപ്പൊ ട്യൂഡർ രാജാക്കന്മാര് യഥാർത്ഥത്തിൽ നല്ലവരായിരുന്നു. പാർലമെന്റുമായി യോജിച്ച് അവർ പ്രവർത്തിച്ചു. ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് എതിരായിരുന്നു. സാധാരണ മധ്യവർഗത്തിന് അനുകൂലമായി ഭരിച്ചു. ഇങ്ങനെ ഒരു നല്ല രാജവംശം, നല്ല രാജാക്കന്മാരായിരുന്നു ട്യൂഡർ രാജവംശത്തിലും ട്യൂഡർ രാജാക്കന്മാരും എന്ന് പറയാം. എന്നാൽ ഈ ട്യൂഡർ രാജാക്കന്മാർക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു സ്റ്റുവർട്ട് രാജാക്കന്മാർ. ആക്ച്വലി അവിടെ ഒരു വിപ്ലവം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ മഹത്തായ വിപ്ലവം ആരംഭിക്കുന്നത് ഈ സ്റ്റുവർട്ട് രാജാക്കന്മാരുടെ കാലത്താണ്. സ്റ്റുവർട്ട് രാജാക്കന്മാരുടെ കാലത്ത് ഇവര് ട്യൂഡർ രാജാക്കന്മാർ ചെയ്തതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. ട്യൂഡർ രാജാക്കന്മാർ പാർലമെന്റിനെ സപ്പോർട്ട് ചെയ്തു, പാർലമെന്റുമായിട്ട് യോജിച്ച് പ്രവർത്തിച്ചു. എന്നാൽ സ്റ്റുവർട്ട് രാജാക്കന്മാരുമായിട്ട് ആണെങ്കിലോ പാർലമെന്റിനെ എതിർത്തു. ഞങ്ങൾക്കാണ് അധികാരം കൂടുതൽ എന്ന് ഓരോ സ്റ്റുവർട്ട് രാജാവും പ്രഖ്യാപിച്ചു. പാർലമെന്റ് ഞങ്ങൾക്ക് താഴെയാണ്. ട്യൂഡർ രാജാക്കന്മാർ ഫ്യൂഡലിസത്തെ എതിർത്തു. എന്നാൽ സ്റ്റുവർട്ട് രാജാക്കന്മാരാണെങ്കിലോ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ അനുകൂലിക്കുകയും മധ്യവർഗത്തിന് എതിരാവുകയും ചെയ്തു. കണ്ടോ? ട്യൂഡർ രാജാക്കന്മാർ എന്ത് ചെയ്തോ അതിനെതിരായിട്ടാണ് സ്റ്റുവർട്ട് രാജാക്കന്മാർ ചെയ്യുന്നത്. അപ്പോ ട്യൂഡർ രാജാക്കന്മാര് മധ്യവർഗത്തിന് അനുകൂലം, സ്റ്റുവർട്ട് രാജാക്കന്മാര് മധ്യവർഗത്തിനെതിര്, ഫ്യൂഡലിസത്തിന് അനുകൂലം. ട്യൂഡർ രാജാക്കന്മാര് പാർലമെന്റുമായി യോജിച്ച് പ്രവർത്തിച്ചു. സ്റ്റുവർട്ട് രാജാക്കന്മാരാകട്ടെ പാർലമെന്റിനെ എതിർത്തു, മധ്യവർഗത്തെ എതിർത്തു. അപ്പൊ ഇങ്ങനെ ഈ 2 രാജവംശത്തിന്റെയും സ്വഭാവം നമ്മൾ കണ്ടു. എപ്പോഴും മനസ്സിൽ വേണം, ട്യൂഡർ രാജാക്കന്മാർ പാർലമെന്റുമായും ജനങ്ങളുമായും യോജിച്ചു പോകുന്ന നല്ല രാജാക്കന്മാർ. സ്റ്റുവർട്ട് രാജാക്കന്മാരാകട്ടെ, സ്റ്റുവർട്ട് രാജാക്കന്മാർ പാർലമെന്റിനെ എതിർത്തു, മധ്യവർഗത്തെ എതിർത്തു, ഫ്യൂഡലിസത്തെ പ്രോത്സാഹിപ്പിച്ചു. ക്ലിയർ? അപ്പൊ അത് രണ്ടുമായി സെറ്റായേ. ട്യൂഡർ രാജാക്കന്മാരുടെ സ്വഭാവം നമ്മൾ കണ്ടു മക്കളെ, സ്റ്റുവർട്ട് രാജാക്കന്മാരുടെ സ്വഭാവം കണ്ടു. ഇനി 2 വേർഡ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താണ് ഫ്യൂഡലിസം, എന്താണ് മധ്യവർഗം?
യൂറോപ്പിലുണ്ടായിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അതായത് ഫ്യൂഡൽ എന്ന വാക്കിന്റെ അർത്ഥം ഒരു തുണ്ട് ഭൂമി എന്നാണ്. എ പീസ് ഓഫ് ലാൻഡ് എന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കിന്റെ അർത്ഥം. എ പീസ് ഓഫ് ലാൻഡ്, ഒരു തുണ്ട് ഭൂമി എന്ന് പറഞ്ഞാൽ, പണ്ട് ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ സാമൂഹ്യ വ്യവസ്ഥ നിർണയിച്ചിരുന്നത് ഓരോ വ്യക്തിയുടെയും കൈവശമുള്ള വസ്തുവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. നൂറുകണക്കിന് ഹെക്ടർ വസ്തുക്കൾ ഓരോ ഫ്യൂഡൽ പ്രഭുവിന്റെയും അധീനതയിലുണ്ടാവും. അപ്പൊ ഇവര് ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ പദവി നിശ്ചയിച്ചിരുന്നത് അവരുടെ കൈവശമുള്ള ഭൂമിയുടെ അളവിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ 100 ഹെക്ടർ ഭൂമി ഉള്ളവൻ ഒരു ഫ്യൂഡൽ പ്രഭുവാണ്. എന്നാൽ 500 ഹെക്ടറോ 1000 ഹെക്ടറോ ഭൂമി ഉള്ളവൻ, കൈവശമുള്ള ഒരു ഫ്യൂഡൽ പ്രഭു അതിന്റെ മുകളിലായിരിക്കും. അപ്പോ അന്ന് സാമൂഹ്യ പദവി യൂറോപ്പിൽ, പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിൽ നിശ്ചയിച്ചിരുന്നത് കൈവശമുള്ള ഭൂമിയുടെ അളവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പൊ കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ അയാളുടെ പദവി, സ്റ്റാറ്റസ് ഉയർന്നിരിക്കും. അപ്പൊ ഇങ്ങനെ കൈവശമുള്ള ഭൂമിയുടെ അടിസ്ഥാനത്തിലാണ് ഇംഗ്ലണ്ടിലും യൂറോപ്പിലും മൊത്തവും ആ കാലഘട്ടത്തിൽ സ്റ്റാറ്റസ് കണക്കാക്കിയിരുന്നത്. ഇതിനെയാണ് ഫ്യൂഡൽ പ്രഭുക്കൻ അല്ലെങ്കിൽ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. കൂടുതൽ ഭൂമി കൈവശം ഉണ്ടെങ്കിൽ അവൻ ഉയർന്ന പദവി. മനസ്സിലായി കാണും. അപ്പൊ ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരെല്ലാം നല്ല ലാൻഡ് ലോഡുകളാണ്, നല്ല സാമ്പത്തിക ശേഷിയുള്ളവരായിരുന്നു. അപ്പോൾ കയ്യിൽ പണമുണ്ടെങ്കിൽ ഇഷ്ടം പോലെ അവരെന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെ വിലക്കെടുക്കാൻ അവർക്ക് കഴിയും, രാജാക്കന്മാരെ വിലക്കെടുക്കാൻ കഴിയും. അങ്ങനെ അവർ പറയുന്നതാണ് നിയമം. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. വേറെ ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ട, കൈവശമുള്ള ഭൂമിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റാറ്റസ് കണക്കാക്കുന്ന ഒരു വ്യവസ്ഥ, അതിന് പറയുന്ന പേരാണ് ഫ്യൂഡലിസം. മനസ്സിലായി കാണും. ഇനി ഇംഗ്ലണ്ടിലെ മധ്യവർഗം എന്ന് പറഞ്ഞാലോ സാധാരണക്കാർ, ഇത്തിരി വിദ്യാഭ്യാസമൊക്കെ ഉള്ളവർ, അധ്യാപകരെന്ന് പറയാം, പിന്നെ സർക്കാർ ജോലിക്കാര്, ഡോക്ടർമാര്, ഇവരെയൊക്കെ പൊതുവിൽ, കർഷകര്, ഇവരെ പൊതുവിൽ വിളിച്ചിരുന്ന പേരാണ് മധ്യവർഗം. അവര് നല്ലവരായിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിലെ 2 തരം പൗരന്മാർ ഒന്ന് ഫ്യൂഡൽ പ്രഭുക്കന്മാർ, രണ്ടാമത്തേത് മധ്യവർഗം. ഈ മധ്യവർഗമാണ് നല്ലവരെന്ന് പറയുന്നത്. ഇവരുടെ കയ്യിലിരിപ്പ് അത്ര ശരിയല്ല. ആരാണ്? ഫ്യൂഡൽ പ്രഭുക്കന്മാർ. ക്ലിയർ ആണ്. നമ്മൾ 4 കാര്യങ്ങൾ ഇപ്പോൾ ഒരു കഥ പോലെ കണ്ടു. ഫ്യൂഡൽ രാജാക്കന്മാരുടെ സ്വഭാവം, നല്ല സ്വഭാവം, പാർലമെന്റുമായി യോജിച്ച് പ്രവർത്തിക്കും. ഫ്യൂഡൽ വ്യവസ്ഥ, ഫ്യൂഡൽ പ്രഭുക്കന്മാരെ അടിച്ചമർത്തിയവര്. സ്റ്റുവർട്ട് രാജാക്കന്മാരോ നേരെ ഓപ്പോസിറ്റ് ആണ്, അല്ലെ? പാർലമെന്റിനെ വെല്ലുവിളിക്കുന്നു, ഫ്യൂഡലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, മധ്യവർഗത്തെ വെല്ലുവിളിക്കുന്നു, സാധാരണക്കാർക്ക് വേണ്ടിയല്ല ഭരണം. ഇനി ഫ്യൂഡലിസം നമ്മൾ കണ്ടു. കൈവശമുള്ള ഭൂമിയുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരെ സമ്പന്നനോ ദരിദ്രനോ എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു കാലഘട്ടം, ആ ഒരു വ്യവസ്ഥ, ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഫ്യൂഡലിസം. മധ്യവർഗം, വിദ്യാഭ്യാസമുള്ള ആൾക്കാര്, അധ്യാപകര്, സർക്കാർ ജോലിക്കാര്, നല്ല കർഷകര്, ഇവരെല്ലാം നമുക്ക് ഒരുമിച്ച് ചേർത്ത് മധ്യവർഗം എന്ന് പറയാം. ഇതാണ് അവിടുത്തെ ഇംഗ്ലണ്ടിലെ 2 സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി 2 മതവിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അത് ഒന്ന് ആംഗ്ലിക്കൻ സഭ അഥവാ ആംഗ്ലിക്കൻ മതം എന്നും പ്യൂരിറ്റൻ സഭ അഥവാ പ്യൂരിറ്റൻ മതം എന്നും പറയാം. എന്താണത്? നമുക്കറിയാം, ജർമ്മനിയില് മതനവീകരണം ഉണ്ടായി, അല്ലെ? കത്തോലിക്ക സഭയ്ക്കകത്ത്, അതായത് നമ്മൾ എന്തെന്ന് പറയും, റിഫർമേഷൻ എന്ന് പറയും, മതനവീകരണം. കത്തോലിക്ക സഭയ്ക്കകത്ത് കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാര്, ബിഷപ്പുമാര്, പോപ്പ്, പള്ളി കമ്മിറ്റിക്കാര്, ഇവരൊക്കെ ആ കാലഘട്ടത്തിൽ തോന്നിയതുപോലെയൊക്കെ പ്രവർത്തിച്ചു. അതാണ് സെയിൽ ഓഫ് ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്നത്, പാപവിമോചന ചീട്ടിന്റെ വിൽപ്പന. ഇതൊക്കെ നമുക്ക് പിന്നീട് വിശദമായി പറയാം. അങ്ങനെ കത്തോലിക്ക സഭയുടെ പോക്ക് ശരിയല്ല. അപ്പൊ കത്തോലിക്ക സഭയ്ക്ക് അകത്ത് നിന്ന് തന്നെ ഒരു വിഭാഗം ആളുകൾ കത്തോലിക്ക സഭയെ വെല്ലുവിളിച്ചു. അങ്ങനെ അവര് കത്തോലിക്ക സഭയ്ക്ക് എതിരെ തിരിയുന്നു. അങ്ങനെയാണ് ജർമ്മനി എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യത്തില് എന്താരംഭിക്കുന്നത്? മത നവീകരണം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ റിഫർമേഷൻ എന്ന് പറയും, മതനവീകരണം. അപ്പൊ മതനവീകരണം ആരംഭിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ജർമ്മനിയാണ്. എന്നാൽ നവോത്ഥാനം ആരംഭിച്ച രാജ്യം, റിഫർമേഷൻ ആരംഭിച്ച, റിനൈസൻസ് ആരംഭിച്ച രാജ്യം ചോദിച്ചാൽ അത് ഇറ്റലിയാണ്. റിനൈസൻസ് അഥവാ നവോത്ഥാനം
ആരംഭിച്ച രാജ്യം ഇറ്റലി. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അല്ലെ. മതനവീകരണം അഥവാ റിഫർമേഷൻ ആരംഭിച്ച രാജ്യം ഏതാണ്? നമ്മുടെ ജർമ്മനിയാണ്. അപ്പൊ ജർമ്മനിയില് മതനവീകരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാർട്ടിൻ ലൂതറാണ്. മാർട്ടിൻ ലൂതർ കത്തോലിക്ക സഭ വിശ്വാസിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോവുകയും പ്രൊട്ടസ്റ്റന്റ് സഭ രൂപീകരിക്കുകയും ചെയ്തു. അങ്ങനെ ജർമ്മനിയിൽ ആരംഭിച്ച ഈ മതനവീകരണം യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു. അപ്പൊ മതനവീകരണത്തിന്റെ ഫലമായി ഇംഗ്ലണ്ടിലെ കത്തോലിക്ക സഭയിൽ നിന്നും പിരിഞ്ഞുപോയ രണ്ട് മതവിഭാഗങ്ങളാണ്, ഒന്ന് ആംഗ്ലിക്കൻ സഭയും മറ്റൊന്ന് പ്യൂരിട്ടൻ സഭയും. യഥാർത്ഥത്തിൽ ഇവർ കത്തോലിക്ക സഭക്കാരായിരുന്നു. കത്തോലിക്ക സഭയുടെ പോക്ക് ശരിയല്ലാത്തത് കൊണ്ട് കത്തോലിക്ക സഭയിൽ നിന്നുള്ള ആളുകൾ ഇംഗ്ലണ്ടിൽ നിന്ന് പിരിയുകയും അവരെന്ത് ചെയ്യുകയും ചെയ്തു? രണ്ട് പുതിയ മതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതാണ് ആംഗ്ലിക്കൻ മതവും പ്യൂരിട്ടൻ മതവും. മറ്റൊന്നും ചിന്തിക്കേണ്ട. കത്തോലിക്ക സഭയിൽ നിന്ന് പിരിഞ്ഞുണ്ടായ ഇംഗ്ലണ്ടിലെ രണ്ട് മതങ്ങളാണ് ആംഗ്ലിക്കൻ മതം, പ്യൂരിട്ടൻ മതം. അപ്പൊ ഇത്രയും നമുക്ക് മനസ്സിലായി കാണും എന്നാണ് വിശ്വാസം. ട്യൂഡർ രാജാക്കന്മാരുടെ സ്വഭാവം നമ്മൾ കണ്ടു, ക്ലിയർ. അതിന് ഓപ്പോസിറ്റ് ആണ് സ്റ്റുവർട്ട് രാജാക്കന്മാർ, നമ്മൾ കണ്ടു, ക്ലിയർ. അവിടുത്തെ രണ്ട് സാമൂഹ്യ വ്യവസ്ഥ പൗരന്മാരാണ് ആരൊക്കെ? ഫ്യൂഡലിസവും ഫ്യൂഡൽ പ്രഭുക്കന്മാരും മധ്യവർഗക്കാരും. ഇംഗ്ലണ്ടിലെ രണ്ട് സഭകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കത്തോലിക്ക സഭയിൽ നിന്ന് മാറി പുതിയ രണ്ട് സഭകൾ ഉണ്ടാകുന്നു. അതാണ് ആംഗ്ലിക്കൻ സഭയും പ്യൂരിട്ടൻ സഭയും. ആംഗ്ലിക്കൻ മതവും പ്യൂരിട്ടൻ മതവും. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, യെസ്. നമുക്കിനി അടുത്തതിലേക്ക് പോകാം. അതായത് രണ്ട് രാജവംശങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ രാജവംശമാണ് ട്യൂഡർ രാജവംശം. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ സൂചിപ്പിക്കാനുണ്ട്. നോക്കാം. ഒന്നാമത്തെ രാജവംശത്തിന്റെ പേര് ട്യൂഡർ രാജവംശം. ട്യൂഡർ രാജവംശം. ഈ രാജവംശം സ്ഥാപിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് 1485. ഈ രാജവംശത്തിന്റെ അവസാനം എന്ന് പറയുന്നത് 1603. ട്യൂഡർ രാജവംശം സ്ഥാപിക്കുന്നത് 1485 ഹെൻറി ഏഴാമൻ എന്ന രാജാവാണ് സ്ഥാപിക്കുന്നത്. ട്യൂഡർ രാജവംശത്തിലെ അവസാനത്തെ രാജ്ഞി എന്ന് പറയുന്നത് എലിസബത്ത് രാജ്ഞിയാണ്. എലിസബത്ത് രാജ്ഞി മരിക്കുന്നത് 1603. അപ്പൊ 1603 എലിസബത്ത് രാജ്ഞി മരിക്കുന്നു. എലിസബത്ത് രാജ്ഞി മരിച്ചതോടുകൂടി ട്യൂഡർ രാജവംശം അധപ്പതിക്കുന്നു, അവസാനിക്കുന്നു അല്ലെ. അപ്പൊ ട്യൂഡർ രാജവംശത്തിലെ രാജാക്കന്മാരുടെ സ്വഭാവം നമ്മൾ കണ്ടു. എന്താണ്? പാർലമെന്റിനെ അനുകൂലിക്കുന്നു, പാർലമെന്റുമായി യോജിച്ച് പ്രവർത്തിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു, അവിടെ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ എതിർക്കുന്നു അല്ലെ, എതിർത്തു നിൽക്കുന്നു. അവരാണ് ട്യൂഡർ രാജവംശത്തിലെ രാജാക്കന്മാർ. എല്ലാവരും നല്ലവരായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിനെ പുരോഗതിയിലേക്ക് നയിച്ച രാജവംശമാണ് ട്യൂഡർ രാജവംശം. ഇനി നമുക്ക് ഈ വിപ്ലവത്തെ പറ്റി പറയുമ്പോൾ ട്യൂഡർ രാജവംശത്തെ പറ്റി പറയുകയേ വേണ്ട. അതിനു മുമ്പായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. ട്യൂഡർ രാജവംശം സ്ഥാപിച്ച വർഷം 1485. ട്യൂഡർ രാജവംശം സ്ഥാപിച്ചതാര്? ഹെൻറി ഏഴാമൻ രാജാവ്. ട്യൂഡർ രാജവംശത്തിലെ അവസാനത്തെ രാജ്ഞിയുടെ പേര് എലിസബത്ത് രാജ്ഞി. എലിസബത്ത് രാജ്ഞി മരിച്ചതപ്പോൾ, അന്തരിച്ചതപ്പോൾ, നാട് നീങ്ങിയതപ്പോൾ 1603. എലിസബത്ത് രാജ്ഞിയുടെ മരണത്തോടുകൂടി ട്യൂഡർ രാജവംശം അവസാനിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആ വർഷങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂ. ട്യൂഡർ രാജവംശം സ്ഥാപിച്ച വർഷം 1485. ട്യൂഡർ രാജവംശം അവസാനിച്ച വർഷം 1603. ട്യൂഡർ രാജവംശം സ്ഥാപിച്ച രാജാവിന്റെ പേര് ഹെൻറി ഏഴാമൻ. ട്യൂഡർ രാജവംശത്തിലെ അവസാനത്തെ രാജ്ഞി എലിസബത്ത് രാജ്ഞി. എലിസബത്ത് രാജ്ഞി നാട് നീങ്ങിയത് 1603. ആ 2 വർഷം മറക്കണ്ട. ആരംഭിക്കുന്ന വർഷം 1485, അവസാനിക്കുന്ന വർഷം 1603. തെറ്റല്ലേ? ഓക്കെ, നമുക്ക് അടുത്തിലേക്ക് പോയാലോ? നോക്കൂ, നമ്മൾ നേരത്തെ കണ്ടു ട്യൂഡർ രാജവംശത്തിന് ശേഷം അവിടെ അധികാരത്തിൽ വന്ന രാജവംശം ഏതാണ്? സ്റ്റുവർട്ട് രാജവംശം അല്ലെ. അപ്പൊ രണ്ടാമത്തെ രാജവംശം നമ്മൾ പറയാൻ പോവുകയാണ്. ഇതാ സ്റ്റുവർട്ട് അല്ലെ, സ്റ്റുവർട്ട് രാജവംശം. സ്റ്റുവർട്ട് രാജവംശത്തിന്റെ ആരംഭം നമ്മൾ കണ്ടു. അവിടെ ട്യൂഡർ രാജവംശത്തിലെ രാജ്ഞി മരിച്ച, എലിസബത്ത് രാജ്ഞി മരിച്ച വർഷം പറയൂ, മനസ്സിൽ പറയൂ. 1603. അപ്പൊ 1603 ട്യൂഡർ രാജവംശം അവസാനിക്കുന്നല്ലോ.
അതേ വർഷം തന്നെ പുതിയ രാജവംശം അധികാരത്തിൽ വന്നു. അതാണ് സ്റ്റുവർട്ട് രാജവംശം. അപ്പൊ സ്റ്റുവർട്ട് രാജവംശം സ്ഥാപിച്ച വർഷം 1603. സ്റ്റുവർട്ട് രാജവംശം അവസാനിക്കുന്നത് 1714 അപ്പൊ 1603 മുതൽ 1714 വരെയാണ് 1714 വരെയാണ് സ്റ്റുവർട്ട് രാജവംശത്തിന്റെ കാലഘട്ടം. അപ്പൊ സ്റ്റുവർട്ട് രാജാക്കന്മാരെ പറ്റി നമ്മൾ കണ്ടു. എന്താണ് സ്വഭാവം? ട്യൂഡർ രാജാക്കന്മാരുടെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവര് സപ്പോർട്ട് ചെയ്യുന്നത് ഫ്യൂഡൽ പ്രഭുക്കന്മാരെയാണ്. അവരെ സപ്പോർട്ട് ചെയ്തു. അപ്പോ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവര് ആരെ എതിർക്കാൻ സാധ്യതയുണ്ട്? ഇവര് മധ്യവർഗത്തെ എതിർത്തു. അപ്പൊ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ മധ്യവർഗത്തിന് ആന്റി ആയിരുന്നു, എതിരായിരുന്നു ഇവർ. ഇനി ആർക്കെതിരായിരുന്നു? ഇവര് പാർലമെന്റിന് എതിരായിരുന്നു. അല്ലെ, പാർലമെന്റ് പറയും പോലെ ഒന്നും ഇവര് കേൾക്കില്ല, പാർലമെന്റിനെതിരായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്റ്റുവർട്ട് രാജാക്കന്മാർ പൊതുവെ മോശം ഭരണാധികാരികൾ. ഇവരുടെ കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം, ബ്ലഡ് ലെസ് റവല്യൂഷൻ ആരംഭിക്കുന്നതും നടക്കുന്നതും. കാരണം ആർക്കാണ് അധികാരം കൂടുതൽ? രാജാവിനാണോ അധികാരം കൂടുതൽ? പാർലമെന്റിനാണോ അധികാരം കൂടുതൽ? ഒരു തർക്കം അവിടെ വരുന്നു. ഈ തർക്കമാണ് ഒരു അധികാര കൈമാറ്റത്തിലേക്ക് മാറുന്നത്. ഇത് നമുക്ക് കാണേണ്ടത് പ്രധാനപ്പെട്ട സ്റ്റുവർട്ട് രാജാക്കന്മാർ ആരെല്ലാം, വളരെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ടോപ്പിക്കിലേക്ക് കടന്നുവെങ്കിലും ഒരു കഥ പോലെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്, മനസ്സിലങ്ങ് പതിയാൻ വേണ്ടിയാണ്. ഓക്കെ, ഒരിക്കലും ഇത് മറക്കില്ല. നോക്കാം. പ്രധാനപ്പെട്ട സ്റ്റുവർട്ട് രാജാക്കന്മാർ. ഒന്നാമത്തെ ആളിന്റെ പേര് ജെയിംസ് ഫസ്റ്റ്. രണ്ടാമത്തെ ആളിന്റെ പേര് ചാൾസ് ഫസ്റ്റ്. മൂന്നാമത്തെ ആളിന്റെ പേര് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാമേ, ഒരു അല്പ സ്പേസ് ഇവിടെ വേണം, അതിന് കാരണമുണ്ട്. മൂന്നാമത്തെ ആളിന്റെ പേര് ചാൾസ് സെക്കൻഡ്. നാലാമത്തെ ആളിന്റെ പേര് ജെയിംസ് സെക്കൻഡ്. ഇങ്ങനെ 4 രാജാക്കന്മാരാണ് ഈ സ്റ്റുവർട്ട് രാജവംശത്തിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് വരുന്ന 4 രാജാക്കന്മാർ. അവിടെ അത് പഠിക്കാൻ എളുപ്പമുണ്ട്. ഏതൊക്കെയെന്നറിയാമോ? തുടക്കത്തിലും ജെയിംസ്, അവസാനത്തിലും ജെയിംസ്. ഇടയ്ക്ക് 2 ചാൾസുമാര്. എങ്ങനെയൊക്കെയാണ്? തുടക്കത്തിലും ജെയിംസ്, അവസാനത്തിലും ജെയിംസ്. തുടക്കവും അവസാനവും ജെയിംസ്. ജെയിംസ് 1, ജെയിംസ് 2. ഇടയ്ക്ക് 2 ചാൾസുമാര്. ചാൾസ് 1, ചാൾസ് 2. ഒന്നുകൂടെ മനസ്സിൽ പറ. പ്രധാനപ്പെട്ട സ്റ്റുവർട്ട് രാജാക്കന്മാർ ജെയിംസ് 1, ചാൾസ് 1, ചാൾസ് 2, ജെയിംസ് 2. എങ്ങനെ ഓർക്കാൻ എളുപ്പം? തുടക്കത്തിലും ഒടുക്കത്തിലും ജെയിംസുമാര്. തുടക്കത്തിൽ ജെയിംസ് 1, അവസാനം ജെയിംസ് 2. ഇടയ്ക്ക് 2 ചാൾസുമാര്. അവരാരൊക്കെയാണ്? ചാൾസ് 1, ചാൾസ് 2. ഇവര് 4 പേരുമാണ് പ്രധാനപ്പെട്ട സ്റ്റുവർട്ട് രാജാക്കന്മാർ. സ്റ്റുവർട്ട് രാജവംശത്തിലെ 4 പ്രധാനപ്പെട്ട രാജാക്കന്മാർ ഇവര് 4 പേരുമാണ്. ഇതിനിടയ്ക്ക് ഒരു ഭരണകർത്താവ്, രാജാവല്ല, അല്ലാതെ അവിടെ ഒരു ആഭ്യന്തര വിപ്ലവം നടക്കുന്നുണ്ട്. അത് നമ്മൾ വിശദമായിട്ട് പറയും. ആ ആഭ്യന്തര വിപ്ലവത്തില് ചാൾസ് 1 വധിച്ചിട്ട് ഒരു വ്യക്തി അവിടുത്തെ ഭരണാധികാരിയാവുന്നുണ്ട്. അദ്ദേഹം രാജാവല്ല, ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഒളിവർ ക്രോംവെൽ എന്നാണ്. അത് ഇവിടെ വരും. എന്താണ് അതിന്റെ പേര്? ഒളിവർ ക്രോംവെൽ. CRO ഇങ്ങനെ എഴുതാം, ക്രോംവെൽ, ഒളിവർ ക്രോംവെൽ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ചിടുകയാണ്. അപ്പോ ജെയിംസ് 1 ചാൾസ് 1 ശേഷം അവിടെ ഒരു ഭരണാധികാരി വരുന്നു. രാജാവല്ല, രാജവംശത്തിലുള്ള ആളല്ല. അദ്ദേഹത്തിന്റെ പേര് ഒളിവർ ക്രോംവെൽ. ഒളിവർ ക്രോംവെൽ ഭരിച്ചാൽ വീണ്ടും ചാൾസ് സെക്കൻഡ് വരുന്നു. ചാൾസ് സെക്കൻഡിന് ശേഷം അവസാനം ആരാ വരുന്നത്? ജെയിംസ് സെക്കൻഡ് വരുന്നു. അപ്പോ ഇംഗ്ലണ്ടിലെ വിപ്ലവം തുടങ്ങുന്നത് മുതൽ വിപ്ലവം അവസാനിക്കുന്നത് വരെയുള്ള ഭരണകർത്താക്കൾ 4+1 5 പേര്. 4 രാജാക്കന്മാരും രാജവംശത്തിൽ അല്ലാത്ത ഒരാളും ഒളിവർ ക്രോംവെൽ. അപ്പൊ നമുക്ക് ആ സീരിയൽ എങ്ങനെ പറയാം? ജെയിംസ് ഫസ്റ്റ്, ചാൾസ് ഫസ്റ്റ്, ഒളിവർ ക്രോംവെൽ, ചാൾസ് സെക്കൻഡ്, ജെയിംസ് സെക്കൻഡ്. മറക്കല്ലേ, ഒരിക്കൽ കൂടെ. ജെയിംസ് ഫസ്റ്റ്, ചാൾസ് ഫസ്റ്റ്, ഒളിവർ ക്രോംവെൽ, ചാൾസ് സെക്കൻഡ്, ജെയിംസ് സെക്കൻഡ്. ഇതിൽ രാജാവ് അല്ലാത്തൊരു ഭരണാധികാരി ഉള്ളത് ഒളിവർ ക്രോംവെൽ. അതെന്താണ് കാരണം നമ്മളിപ്പോ വഴിയെ പഠിക്കും. അപ്പോ
ആ 4 രാജാക്കന്മാരെ മറക്കൂലല്ലോ. തുടക്കത്തിലും ജെയിംസ്, ഒടുക്കത്തിലും ജെയിംസ്. തുടക്കത്തിലും ജെയിംസ്, അവസാനവും ജെയിംസ്. ഇടയ്ക്ക് 2 ചാൾസുമാര്. ഒന്നുകൂടെ മനസ്സിൽ പറ. ജെയിംസ് 1, ചാൾസ് 1, ചാൾസ് 2, ജെയിംസ് 2. ഇതിനിടയ്ക്ക് ഒരു ആഭ്യന്തര വിപ്ലവം ഉണ്ടാകുന്നു. അങ്ങനെ ചാൾസ് 1 വധിച്ചിട്ട് പാർലമെന്റിന്റെ ഒരു വ്യക്തി അധികാരം ഏൽക്കുന്നു. അയാളാണ് ഒളിവർ ക്രോംവെൽ. ക്ലിയർ? ഇനി നമുക്ക് ഇവരെ കുറിച്ച് പഠിച്ച് തീർക്കുമ്പോൾ നമ്മുടെ ഈ ടോപ്പിക് അങ്ങ് തീരുന്നു. ജെയിംസ് 1 കുറിച്ച് പഠിക്കണം, ചാൾസ് 1 കുറിച്ച് പഠിക്കണം, ഒളിവർ ക്രോംവെൽ പഠിക്കണം, ചാൾസ് 2 പഠിക്കണം, ജെയിംസ് 2 പഠിക്കണം. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഫിനിഷ്. നോക്കാം. ഇപ്പൊ നമ്മൾ സ്റ്റുവർട്ട് രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞേ? സ്റ്റുവർട്ട് രാജവംശം സ്ഥാപിച്ച വർഷം 1603. സ്റ്റുവർട്ട് രാജവംശം അവസാനിക്കുന്നത് 1714. സ്റ്റുവർട്ട് രാജാക്കന്മാർ പാർലമെന്റിനെ വെല്ലുവിളിച്ചു. സ്റ്റുവർട്ട് രാജാക്കന്മാർ മധ്യവർഗത്തെ വെല്ലുവിളിച്ചു. എന്നാൽ സ്റ്റുവർട്ട് രാജാക്കന്മാർ ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് വേണ്ടി ഭരിച്ചു. ഇനി പ്രധാനപ്പെട്ട സ്റ്റുവർട്ട് രാജാക്കന്മാർ ആരെല്ലാം? ജെയിംസ് 1, ചാൾസ് 1, ചാൾസ് 2, ജെയിംസ് 2. ഇടയ്ക്ക് വരുന്ന ഒരു ഭരണാധികാരി, പാർലമെന്റിന്റെ ഭരണാധികാരി ഒളിവർ ക്രോംവെൽ. ഓരോ രാജാക്കന്മാരെ കുറിച്ച് നമുക്ക് എടുത്ത് പഠിക്കണം. അതിനു മുമ്പായിട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മെമ്മറിയിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോയാലോ? സ്പീഡിന് ഞാൻ പറയാം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന്റെ മറ്റു പേരുകൾ എന്തെല്ലാം? ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്നു, അഥവാ മഹത്തായ വിപ്ലവം. രക്തരഹിത വിപ്ലവം, ഗ്ലോറിയസ് ബ്ലഡ്ലെസ് റെവല്യൂഷൻ. കൊട്ടാരം വിപ്ലവം, പാലസ് റെവല്യൂഷൻ. ഈ പേരുകളിലെല്ലാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അറിയപ്പെടുന്നു. അത് ആരംഭിക്കുന്ന വർഷം 1688. സെറ്റല്ലേ? അടുത്തയിലേക്ക് പോയാലോ? നോക്കൂ, ഞാനൊരു 6 വേർഡ്സ് ഇവിടെ പറയുന്നുണ്ട് അല്ലെ? ഏതൊക്കെയാ നമ്മൾ പരിചയപ്പെട്ട ആ 6 വേർഡ്സ്? ട്യൂഡർ രാജവംശം, സ്റ്റുവർട്ട് രാജവംശം. ഇംഗ്ലണ്ട് ഭരിച്ച 2 രാജവംശങ്ങൾ. ട്യൂഡർ രാജവംശം നമ്മൾ നേരത്തെ കണ്ടു. നന്നായി ഭരിക്കുന്നവരാണ്, രാജ്യത്തിന് വേണ്ടി ഭരിക്കുന്നവരാണ്, രാജ്യത്തെ ഉന്നതിയിലെത്തിച്ച രാജവംശമാണ് ട്യൂഡർ രാജവംശം. അവര് ഫ്യൂഡലിസത്തെ എതിർത്തു, മധ്യവർഗത്തെ അനുകൂലിച്ചു, പാർലമെന്റിന് അനുകൂലമായി ഭരിച്ചു. എന്തൊക്കെയാണോ ട്യൂഡർ രാജാക്കന്മാർ ചെയ്തത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സ്റ്റുവർട്ട് രാജാക്കന്മാർ ചെയ്തത്. അവരുടെ കാലത്താണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ആരംഭിക്കുന്നത്. ദെൻ ഫ്യൂഡലിസവും മധ്യവർഗവും. ഭൂമിയുടെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് ഫ്യൂഡലിസം, ഫ്യൂഡൽ പ്രഭുക്കന്മാർ. കൈവശമുള്ള ഭൂമിയുടെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തിയുടെ സ്റ്റാറ്റസ് അളന്നു വെച്ചിരുന്നു. അതായത് ധനാട്യന്മാരായിരുന്നു ഫ്യൂഡൽ പ്രഭുക്കന്മാർ. മധ്യവർഗം, സാധാരണക്കാർ, കർഷകര്, വിദ്യാഭ്യാസമുള്ളവര്, അധ്യാപകര്, സർക്കാർ ജോലിക്കാര്, ഇവരെയൊക്കെ കളക്റ്റീവ്ലി കോൾഡ് മധ്യവർഗം അല്ലെ? ഇവരെയൊക്കെയാണ് നമ്മൾ മധ്യവർഗം എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലെ 2 സഭകൾ, ആംഗ്ലിക്കൻ സഭയും പ്യൂരിട്ടൻ സഭയും. എന്താണ് ആംഗ്ലിക്കൻ സഭ എന്ന് പറഞ്ഞാൽ? അതായത് കത്തോലിക്ക സഭയിൽ നിന്നും പിരിഞ്ഞു വന്ന 2 മതവിഭാഗങ്ങളാണ് ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ മതവും പ്യൂരിട്ടൻ സഭയും അല്ലെ? ആംഗ്ലിക്കൻ മതം, പ്യൂരിട്ടൻ സഭ. ഓക്കെ, അല്ലെങ്കിൽ പ്യൂരിട്ടൻ മതം. ക്ലിയർ ആണേ? ഓക്കെ. അടുത്ത് നമ്മൾ കണ്ട എന്താണ്? ട്യൂഡർ രാജവംശത്തെ പറ്റി നമ്മൾ സംസാരിച്ചു. എന്തൊക്കെയാ പറഞ്ഞ ട്യൂഡർ രാജവംശത്തെ പറ്റി? ട്യൂഡർ രാജവംശം സ്ഥാപിച്ച വർഷം 1485. ട്യൂഡർ രാജവംശം സ്ഥാപിച്ചതാരാ മക്കളെ പറ? ഹെൻറി 7 രാജാവ്. ട്യൂഡർ രാജവംശത്തിലെ അവസാനത്തെ രാജ്ഞിയുടെ പേര് എലിസബത്ത് രാജ്ഞി. എലിസബത്ത് രാജ്ഞി നാട് നീങ്ങിയതപ്പോൾ 1603. ട്യൂഡർ രാജവംശം അതോടുകൂടി അവസാനിക്കുന്നു. അടുത്തു വന്ന രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം. എല്ലാം ദുഷ്ടന്മാരായ ഭരണാധികാരികൾ അല്ലെ? അപ്പോ സ്റ്റുവർട്ട് രാജവംശം സ്ഥാപിച്ച വർഷം പറ? 1603. എലിസബത്ത് രാജ്ഞി മരിക്കുന്നു, പുതിയ സ്റ്റുവർട്ട് രാജവംശം ആരംഭിക്കുന്നു അല്ലെ? സ്റ്റുവർട്ട് രാജവംശത്തിന്റെ അന്ത്യം പറ? 1714. ഇനി സ്റ്റുവർട്ട് രാജാക്കന്മാരെല്ലാം എങ്ങനത്തെ രാജാക്കന്മാരായിരുന്നു? ഒരാൾ ഒഴികെ, അത് നമ്മൾ പറയും കേട്ടോ, അത് നമ്മുടെ ചാൾസ് 2. ഇത്തിരി മനുഷ്യപ്പറ്റുള്ളൊരു രാജാവായിരുന്നു ചാൾസ് 2. അദ്ദേഹം ഒഴികെ ബാക്കിയെല്ലാം തദൈവയായിരുന്നു അല്ലെ? അവര് എങ്ങനെയൊക്കെയാണ് ഭരിച്ചത്? പാർലമെന്റിനെ വെല്ലുവിളിച്ചു, മധ്യവർഗത്തെ വെല്ലുവിളിച്ചു, ഫ്യൂഡൽ പ്രഭുക്കന്മാരെ പ്രോത്സാഹിപ്പിച്ചു. അതായത് ട്യൂഡർ രാജാക്കന്മാർ എന്തായിരുന്നു? അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സ്റ്റുവർട്ട് രാജാക്കന്മാർ. ഇവരുടെ കാലത്താണ് അവിടെ വിപ്ലവം ആരംഭിച്ചത്. ഇനി പ്രധാനപ്പെട്ട സ്റ്റുവർട്ട് രാജാക്കന്മാർ ആരെല്ലാം? ജെയിംസ് 1, ചാൾസ് 1, ചാൾസ് 2, ജെയിംസ് 2. അത് ഓർക്കാൻ ഒരു എളുപ്പത്തിനൊരു വഴി ഞാൻ പറഞ്ഞു തന്നു. തുടക്കത്തിലും ജെയിംസ്, ഒടുക്കത്തിലും ജെയിംസ്. എങ്ങനെയാ ക്രമം പറയാം? ജെയിംസ് 1, ചാൾസ് 1, ചാൾസ് 2, ജെയിംസ് 2. ഇടയ്ക്ക് പാർലമെന്റിന്റെ ഒരു ഭരണാധികാരി വരുന്നു. അവിടെ ഒരു വിപ്ലവം ആരംഭിച്ച് ഒരു സിവിൽ വാറിന്റെ ഫലമായി ആ ചാൾസ് 1 വധിച്ചിട്ട്
പാർലമെന്റിന്റെ ഒരു പ്രതിനിധി വരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഒളിവർ ക്രോംവെൽ. ഈ ഒളിവർ ക്രോംവെലിന്റെ ക്രമം എന്താണ്? ചാൾസ് ഒന്നാമന് തൊട്ടടുത്ത് ചാൾസ് രണ്ടാമൻ വരുന്നതിന് മുമ്പ് പാർലമെന്റിന്റെ ഒരു ഭരണാധികാരി ഭരണം നടത്തി ഒളിവർ ക്രോംവെൽ. ചാൾസ് ഒന്നാമന് ശേഷം ചാൾസ് രണ്ടാമന് മുൻപായി ഭരിച്ച വ്യക്തിയാണ് ആരാ? ഒളിവർ ക്രോംവെൽ. ക്ലിയർ ആണേ? ആ 4 പേരുടെ പേര് ഒന്നുകൂടെ പറയൂ. ജെയിംസ് ഒന്നാമൻ, ചാൾസ് ഒന്നാമൻ, ചാൾസ് രണ്ടാമൻ, ജെയിംസ് രണ്ടാമൻ. ഇടയ്ക്ക് വരുന്ന ഒരാൾ ഒളിവർ ക്രോംവെൽ, പാർലമെന്റിന്റെ ഭരണാധികാരി. ക്ലിയർ? ആദ്യം നമുക്ക് പഠിക്കേണ്ട ആളിന്റെ പേരാണ് സ്റ്റുവർട്ട് രാജവംശത്തിലെ ആദ്യത്തെ രാജാവ്. എന്താ അദ്ദേഹത്തിന്റെ പേര്? ജെയിംസ് ഒന്നാമൻ. ജെയിംസ് ഒന്നാമനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ സംസാരിക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു എലിസബത്ത് രാജ്ഞി മരിക്കുന്നത് 1603 അല്ലെ? അപ്പോ 1603 ജെയിംസ് ഒന്നാമൻ അധികാരമേൽക്കുന്നു. ജെയിംസ് ഒന്നാമൻ മരിക്കുന്നത് 1625 മക്കളെ മറക്കരുത്. ജെയിംസ് ഒന്നാമന്റെ ഭരണകാലം ഏത് മുതൽ ഏതുവരെയാണ്? 1603 മുതൽ 1625 വരെയാണ് ജെയിംസ് ഒന്നാമന്റെ ഭരണകാലം. 1603 അധികാരമേൽക്കുന്നു, 1625 അദ്ദേഹം നാടു നീങ്ങുന്നു. ക്ലിയറാണ്? ഈ ജെയിംസ് ഒന്നാമൻ യഥാർത്ഥത്തിൽ ഒരു ദുഷ്ടനായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചാൾസ് രണ്ടാമൻ ഒഴികെ ബാക്കിയെല്ലാം ദുഷ്ടന്മാരാണ് അല്ലെ? ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം രാജാധികാരം ദൈവദത്തമാണ് എന്ന് പറയുന്നു. എന്താണ്? രാജാധികാരം ദൈവദത്തം. അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറയാം. എന്താണ് ഡിവൈൻ റൈറ്റ് തിയറി? ഇത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇവര് ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഇവര് പറയുന്നത് ഇങ്ങനെയാണ്, ജനങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളെ രാജാവാക്കിയത്, എക്സാമ്പിൾ ജെയിംസ് പറയുന്നു, എന്നെ രാജാവാക്കിയത് ദൈവമാണ്. അപ്പോ ദൈവം പറയുന്നത് അനുസരിച്ച് ഞാൻ ഭരിക്കും. എനിക്ക് ദൈവത്തോട് മാത്രമേ വിധേയത്വമുള്ളൂ. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യരുത്, കാരണം ഞാൻ ദൈവത്തിന്റെ ആളാണ്. അപ്പൊ എന്നെ രാജാവാക്കിയത് ദൈവമാണ്. ദൈവം പറയും പോലെയൊക്കെ ഞാൻ ഭരിക്കുന്നു. എന്നെ ചോദ്യം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമില്ല. യഥാർത്ഥത്തിൽ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ്, പേടിപ്പിക്കുകയാണ് ജെയിംസ് ഒന്നാമനും സ്റ്റുവർട്ട് രാജാക്കന്മാരൊക്കെ. ഇങ്ങനെ പറയുന്ന പേരാണ് രാജാധികാരം ദൈവദത്തം. ഇത് ഇവരുടെ നമ്പരാണ്, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ്. കാരണം എന്നെ രാജാവാക്കിയത് ദൈവമാണ്, ദൈവം പറയും പോലെ ഞാൻ ഭരിക്കുന്നു. അപ്പൊ ഇയാൾക്ക് തോന്നുകയാണ് നാളെ ഏതെങ്കിലും ഒരു ടാക്സ് അങ്ങ് കൂട്ടിക്കളയാം. അപ്പൊ ടാക്സ് വർദ്ധിപ്പിക്കുകയാണ്. ഇന്ന് തീരുമാനിക്കുന്നു, നാളെ കൂട്ടുന്നു. എന്നിട്ട് ഇയാൾ ആരെ തലയിൽ കൊണ്ടുവയ്ക്കും? ദൈവത്തിന്റെ തലയിൽ കൊണ്ടുവയ്ക്കും. ദൈവം ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ എന്നോട് വന്ന് പറയുന്നു, മകനെ ജെയിംസേ, എന്ത് ചെയ്യുക? ടാക്സ് നീ കൂട്ടിക്കോ. അപ്പൊ ദൈവം പറഞ്ഞതുകൊണ്ട് ഞാൻ ടാക്സ് കൂട്ടി. നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാൻ അധികാരമില്ല. ആർക്ക്? ജനങ്ങൾക്ക്. ഇങ്ങനെ പറയുന്ന ആ ഒരു സിദ്ധാന്തത്തിന് പറയുന്ന പേരാണ് രാജാധികാരം ദൈവദത്തം, അല്ലെങ്കിൽ ഡിവൈൻ റൈറ്റ് തിയറി ഓഫ് കിങ്ഷിപ്പ്. ഇങ്ങനെ ഇവർ വിശ്വസിക്കുകയും ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ജെയിംസ് ഒന്നാമന്റെ ഒന്നാമത്തെ സ്വഭാവം. മനസ്സിലായി കാണുമല്ലോ, ലോക തരികിടയാണ്. രണ്ടാമത് ഇയാള് ഫ്യൂഡൽ പ്രഭുക്കന്മാരെ പ്രോത്സാഹിപ്പിച്ചു. ആരെ പ്രോത്സാഹിപ്പിച്ചു? ഫ്യൂഡൽ പ്രഭുക്കന്മാരെ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ പ്രോത്സാഹിപ്പിക്കുമെങ്കിൽ ഇവര് ആരെ അടിച്ചമർത്തും? മധ്യവർഗത്തെ അടിച്ചമർത്തും അല്ലെ? മധ്യവർഗത്തിന് എതിര്. പാർലമെന്റിന് വിധേയത്വം പുലർത്തിയില്ല, പാർലമെന്റിന് എതിരെ പ്രവർത്തിച്ചു അല്ലെ? പാർലമെന്റിന് എതിരാണ് ഇയാളും സ്റ്റുവർട്ട് രാജാക്കന്മാരും. അപ്പോ ജെയിംസ് ഒന്നാമന്റെ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? രാജാധികാരം ദൈവദത്തമാണ്, ഫ്യൂഡൽ പ്രഭുക്കന്മാരെ പ്രോത്സാഹിപ്പിച്ചു, മധ്യവർഗത്തെ അടിച്ചമർത്തി, പാർലമെന്റിനെ എതിർത്തു. ഇദ്ദേഹം പറയുന്നത് നോ ബിഷപ്പ് നോ കിങ് എന്നാണ്. എന്താണ്? നോ ബിഷപ്പ് നോ കിങ്. ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല. രാജാവ് വേണമെങ്കിൽ ബിഷപ്പ് വേണം. അതായത് രാജാധികാരം ദൈവദത്തമാണ്.
അപ്പൊ നോ ബിഷപ്പ് നോ കിങ് എന്ന് പ്രഖ്യാപിച്ച ഇംഗ്ലണ്ടിലെ രാജാവിന്റെ പേര് ജെയിംസ് ഒന്നാമൻ സ്റ്റുവർട്ട് രാജാവ് അല്ലെ. പ്രീവിയസ് ആണ് നോ ബിഷപ്പ് നോ കിങ്, നോ ബിഷപ്പ് നോ കിങ്, ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല എന്ന് പ്രഖ്യാപിച്ച സ്റ്റുവർട്ട് രാജവംശത്തിലെ രാജാവിന്റെ പേര് ജെയിംസ് ഒന്നാമനാണ്. ഇദ്ദേഹത്തിന് ഇത്തിരി ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ വിളിക്കുന്നത് ക്രൈസ്തവ ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ വിഡ്ഢി എന്നാണ് ജെയിംസ് ഒന്നാമനെ വിശേഷിപ്പിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്താണ്? ക്രൈസ്തവ ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ വിഡ്ഢി എന്ന് വിശേഷിപ്പിക്കുന്ന രാജാവ്, സ്റ്റുവർട്ട് രാജാവ് ആരാണ്? നമ്മുടെ ജെയിംസ് ഒന്നാമനാണ്. അപ്പൊ ജെയിംസ് ഒന്നാമൻ രാജാവിനെ എങ്ങനെ വിശേഷിപ്പിച്ചു? ക്രൈസ്തവ ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ വിഡ്ഢി എന്ന് വിശേഷിപ്പിച്ചിരുന്ന സ്റ്റുവർട്ട് രാജാവിന്റെ പേരെന്താണ്? ജെയിംസ് ഒന്നാമൻ എന്ന രാജാവ്. അങ്ങനെ ഇത്തിരി തരികിട പരിപാടികളൊക്കെ കാണിച്ച് ഭരിച്ചു. 1625 അദ്ദേഹം എന്ത് ചെയ്തു? മരണമടഞ്ഞു. അപ്പോ ജെയിംസ് ഒന്നാമൻ രാജാവ് നാട് നീങ്ങിയ വർഷം 1625. അപ്പൊ ജെയിംസ് ഒന്നാമനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ സംസാരിക്കാം? രാജാധികാരം ദൈവദത്തമാണ് എന്ന് പറഞ്ഞു പറ്റിച്ചു ജനങ്ങളെ. എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നെ. ഒരു വ്യക്തിയെ രാജാവാക്കുന്നത് ദൈവമാണ്. അപ്പൊ രാജാവിന് ദൈവത്തോട് മാത്രമേ എന്തുള്ളൂ? വിധേയത്വമുള്ളൂ. ജനങ്ങളോട് ഒരു വിധേയത്വവുമില്ല. ഞാൻ ദൈവത്തിന്റെ ആളാണ്, അതുകൊണ്ട് എന്നെ ആരും ചോദ്യം ചെയ്യാൻ വരരുത്. വീണ്ടും അദ്ദേഹം പറഞ്ഞു നോ ബിഷപ്പ് നോ കിങ്, ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല. ബിഷപ്പിനാണ് പ്രാധാന്യം, ദൈവത്തിന്റെ ആളാണല്ലോ ബിഷപ്പ്. ഫ്യൂഡൽ പ്രഭുക്കന്മാരെ പ്രോത്സാഹിപ്പിച്ചു, മധ്യവർഗത്തെ അടിച്ചമർത്തി, പാർലമെന്റിനെ ഗൗനിച്ചില്ല, പാർലമെന്റിനെ എതിർത്തു. ഇനി ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുക എന്താണ്? ക്രൈസ്തവ ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ വിഡ്ഢി എന്ന് വിശേഷിപ്പിക്കുന്ന രാജാവിന്റെ പേര് എന്താണ്? ക്രൈസ്തവ ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ വിഡ്ഢി എന്ന് വിശേഷിപ്പിക്കുന്ന രാജാവാണ് ജെയിംസ് ഒന്നാമൻ രാജാവ്. ക്ലിയർ ആണോ മക്കളെ ഇത്രയും കാര്യങ്ങൾ? അപ്പോൾ ജെയിംസ് ഒന്നാമൻ കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് ചാൾസ് ഒന്നാമനെ കുറിച്ചാണ്. ജെയിംസ് ഒന്നാമൻ കഴിഞ്ഞു. അടുത്ത് നമുക്ക് കാണേണ്ടത് ചാൾസ് ഒന്നാമനെ കുറിച്ചാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇത്രയൊന്ന് നോക്കണ്ട, ഇത്രയും നമുക്കൊന്ന് കളയാം. നോക്കിക്കൊള്ളൂ, രണ്ടാമത്തെ രാജാവിന്റെ പേരാണ് എന്താണ്? ചാൾസ് ഒന്നാമൻ രാജാവ്. ജെയിംസ് ഒന്നാമന് ശേഷം ജെയിംസ് ഒന്നാമൻ മരിച്ച ഡേറ്റ് അറിയാലോ? വർഷം അറിയാലോ? 1625 ആര് മരിക്കുന്നത്? നമ്മുടെ ജെയിംസ് ഒന്നാമൻ മരിക്കുന്നത് 1625. അപ്പോ അടുത്ത് വരുന്ന ആളിന്റെ പേരാണ് എന്താ? ചാൾസ് ഒന്നാമൻ, ചാൾസ് ഫസ്റ്റ്. ചാൾസ് ഒന്നാമൻ അധികാരമേൽക്കുന്നു. ജെയിംസ് ഒന്നാമൻ മരിച്ച ഡേറ്റ് പറയൂ, വർഷം പറയൂ. 1625. ഇനി ഇദ്ദേഹത്തെ വധിക്കുന്നതാണ് കേട്ടോ. 1649 ഇദ്ദേഹത്തെ വധിക്കുന്നു. അപ്പോൾ ചാൾസ് ഒന്നാമന്റെ ഭരണകാലം 1625 കിരീടം ധരിക്കുന്നു, 1649 വധിക്കുന്നു. ജെയിംസ് ഒന്നാമന്റെ കാര്യം മറക്കണ്ട. ജെയിംസ് ഒന്നാമൻ 1603 അധികാരത്തിൽ വരുന്നു. 1625 ജെയിംസ് ഒന്നാമൻ നാടു നീങ്ങും. അപ്പൊ നോക്കാം, ചാൾസ് ഒന്നാമനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ സംസാരിക്കാനുള്ളത്. നോക്കാം ഏതൊക്കെയാണെന്ന് നല്ല വ്യക്തമായി പഠിച്ചെടുത്തോളണേ. നോക്കാം. അധികാരമേറ്റ വർഷം അറിയാം, 1625. ഇദ്ദേഹവും ആരെപ്പോലെ തന്നെ ജെയിംസ് ഒന്നാമന്റെ അതേ സ്വഭാവം. ഇയാൾ ചെയ്തത് എന്തെന്നറിയാമോ? അധികാരമേറ്റ ആ വർഷം തന്നെ 1625 എന്ത് ചെയ്തു? ബ്രിട്ടീഷ് പാർലമെന്റിനെ പിരിച്ചുവിടുന്നു. 1625 പാർലമെന്റിനെ പിരിച്ചുവിട്ടു. ഒന്നുകൂടെ പറയാം, 1625 ബ്രിട്ടീഷ് പാർലമെന്റിനെ പിരിച്ചുവിട്ട സ്റ്റുവർട്ട് രാജാവിന്റെ പേര് ചാൾസ് ഫസ്റ്റ്. 1625 അധികാരമേൽക്കുന്നു. അതേ വർഷം തന്നെ പാർലമെന്റിനെ അങ്ങ് പിരിച്ചുവിടുന്നു. എന്നിട്ട് ഇദ്ദേഹം ചെയ്തെന്നറിയാമോ? പാർലമെന്റ് വേണം യഥാർത്ഥത്തിൽ നികുതികളൊക്കെ നിശ്ചയിക്കണമെങ്കിൽ. പാർലമെന്റ് പിരിച്ചുവിട്ടാൽ പിന്നെ രാജാവിന് സ്വയം എന്ത് ചെയ്യാം? നികുതി പിരിക്കാമല്ലോ. അങ്ങനെ പാർലമെന്റിനെ പിരിച്ചുവിട്ടിട്ട് ചാൾസ് ഒന്നാമൻ സ്വന്തമായി ചില നികുതികൾ അങ്ങ് പ്രഖ്യാപിച്ചു. ജനങ്ങളോട് പറഞ്ഞു, ഇനി മേലാൽ നിങ്ങൾ എനിക്ക് 2 നികുതികൾ തരണം. ആ 2 നികുതികളുമാണ്, ഒന്ന് ടണ്ണേജ്,
എന്താണ്? ടണ്ണേജ്. ആ രണ്ട് നികുതികളുടെ പേര് മറക്കരുതേ. ടണ്ണേജ് എന്നാണ് ആ നികുതിയുടെ പേര് കേട്ടോ. ഒന്ന് ടണ്ണേജ്. മറ്റൊരു നികുതിയുടെ പേര് പൗണ്ടേജ് എന്നാണ്. എന്താണ്? പൗണ്ടേജ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ചാൾസ് ഒന്നാമൻ അധികാരമേൽക്കുന്നു 1625. ആ വർഷം തന്നെ അദ്ദേഹം എന്താ ചെയ്തത്? പാർലമെന്റ് പിരിച്ചുവിടുന്നു. പാർലമെന്റ് പിരിച്ചുവിട്ടിട്ട് എന്താ ചെയ്തത്? സ്വന്തമായി രണ്ട് നികുതി അങ്ങ് പ്രഖ്യാപിക്കുന്നു. ജനങ്ങളുടെ മേൽ വെച്ച് കെട്ടുകയാണ്. അപ്പോൾ ചാൾസ് ഒന്നാമൻ പ്രഖ്യാപിച്ച, പാർലമെന്റിന്റെ അനുവാദമില്ലാതെ ചാൾസ് ഒന്നാമൻ പ്രഖ്യാപിച്ച രണ്ട് നികുതികളാണ്, ഒന്ന് ടണ്ണേജ്, മറ്റൊന്ന് പൗണ്ടേജ്. മറക്കരുതേ മക്കളെ, ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ആണ്. ചാൾസ് ഒന്നാമൻ ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്ക് മേൽ പാർലമെന്റിന്റെ അനുവാദമില്ലാതെ ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്ക് മേൽ ചാൾസ് ഒന്നാമൻ ചുമത്തിയ രണ്ട് നികുതികൾ ഏതെല്ലാം? ടണ്ണേജ്, പൗണ്ടേജ്. ഒന്നുകൂടെ, ടണ്ണേജ്, പൗണ്ടേജ്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? ഒരു ദുഷ്ടനായ രാജാവാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. തന്നിഷ്ടപ്രകാരം ഭരിക്കുകയാണ്. രണ്ട് നികുതികളൊക്കെ ചുമത്തി നല്ല നികുതി പണം കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആർഭാടമായിട്ട് ജീവിക്കാമല്ലോ. അപ്പൊ പാർലമെന്റ് അംഗങ്ങൾ വിചാരിച്ചു ഇയാളെ ഇങ്ങനെ വിടാൻ പാടില്ല. അങ്ങനെ 1628 ആയപ്പോഴേക്കും പാർലമെന്റ് അംഗങ്ങൾ അവർക്ക് അനുകൂലമായ ചില നിയമസംഹിതകൾ എഴുതിയുണ്ടാക്കി, ചില കാര്യങ്ങൾ എഴുതിയുണ്ടാക്കി. എന്നിട്ട് ഒരു നിവേദനം എന്ന രീതിയിൽ രാജാവിനെ സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് അതിൽ ഒപ്പിടാൻ പറഞ്ഞു. അതിൻ്റെ പേരാണ്, ആ നിവേദനത്തിൻ്റെ പേരാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ്, പെറ്റിഷൻ ഓഫ് റൈറ്റ്സ്. എന്താണ് അതിൻ്റെ പേര്? പെറ്റിഷൻ ഓഫ് റൈറ്റ്സ്. പെറ്റിഷൻ ഓഫ് റൈറ്റ്സ്, RIGHTS. അപ്പൊ പെറ്റിഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പിട്ട സ്റ്റുവർട്ട് രാജാവിൻ്റെ പേര് ചാൾസ് ഒന്നാമനാണ്. ഒന്നുകൂടെ, പെറ്റിഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പിട്ട സ്റ്റുവർട്ട് രാജാവിൻ്റെ പേര് ചാൾസ് ഒന്നാമൻ. ചാൾസ് ഒന്നാമൻ പെറ്റിഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പിട്ടത് എപ്പോൾ? 1628 ജൂൺ മാസം 7-ാം തീയതിയാണ്. മറക്കണ്ടേ, ജൂൺ മാസം 7-ാം തീയതി. മക്കളെ, ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഇത്. പെറ്റിഷൻ ഓഫ് റൈറ്റ്സ് ആക്ച്വലി എന്താണ്? പാർലമെന്റിന്റെ അംഗങ്ങളുടെ അവകാശങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, മധ്യവർഗത്തിന് വേണ്ടി അനുകൂലമായ ചില നിവേദനങ്ങളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്, ചില വ്യവസ്ഥകളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. വായിച്ചു നോക്കിയപ്പോൾ, രാജാവ് വായിച്ചു നോക്കിയപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിനെതിരാണ്. പക്ഷെ നിർബന്ധിച്ചു പാർലമെന്റ്, ഒപ്പിടാൻ പറഞ്ഞു. ഒപ്പിട്ടില്ലെങ്കിൽ പ്രശ്നം വഷളാകുമെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് ഈ പെറ്റിഷൻ ഓഫ് റൈറ്റ്സിൽ ചാൾസ് ഒന്നാമൻ ഒപ്പിടുന്നു. മറക്കരുതേ മക്കളെ, പെറ്റിഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പിട്ട രാജാവിന്റെ പേര് ചാൾസ് ഒന്നാമൻ. ചാൾസ് ഒന്നാമൻ പെറ്റിഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പിട്ടത് 1628 ജൂൺ മാസം 7-ാം തീയതി. പെറ്റിഷൻ ഓഫ് റൈറ്റ്സ് തയ്യാറാക്കിയത് പാർലമെന്റ് അംഗങ്ങൾ. എന്താണ് പെറ്റിഷൻ ഓഫ് റൈറ്റ്സിലെ വ്യവസ്ഥകൾ? ഇംഗ്ലണ്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും നല്ല നിയമങ്ങളാണ് പെറ്റിഷൻ ഓഫ് റൈറ്റ്സിലുള്ളത്. അപ്പൊ രാജാവിനെ ഒരു പരിധി വരെ നമുക്ക് പറയാം, രാജാവിനെ എന്ത് ചെയ്തതാണ്? രാജാവിന്റെ അധികാരങ്ങളൊക്കെ ഒന്ന് പരിമിതപ്പെടുത്താൻ വേണ്ടി ഉള്ളതായിരുന്നു ആക്ച്വലി ഈ പെറ്റിഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. തൊട്ടടുത്ത വർഷം, അതായത് 1629, കാരണം അധികാരങ്ങളെല്ലാം പിടിച്ചെടുത്തല്ലോ പാർലമെന്റ് പെറ്റിഷൻ ഓഫ് റൈറ്റ്സിലൂടെ. അപ്പൊ അയാൾക്ക് തോന്നി എന്തായാലും ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എൻ്റെ അധികാരങ്ങളെല്ലാം പോയി. അയാൾ എന്ത് ചെയ്യുന്നറിയാമോ? 1629 ആയപ്പോഴേക്കും വീണ്ടും പാർലമെന്റ് പിരിച്ചുവിടുന്നു. അപ്പോ രണ്ടാമതും പാർലമെന്റ് ഇദ്ദേഹം പിരിച്ചുവിടുന്നു. ഏത് വർഷം? 1629 ചാൾസ് ഒന്നാമൻ പാർലമെന്റ് സമ്മേളനം അല്ലെങ്കിൽ പാർലമെന്റിനെ പിരിച്ചുവിടുന്നു. ഈ പാർലമെന്റ് വീണ്ടും ഇയാൾ വിളിച്ചു കൂട്ടുന്നത് എപ്പോഴെന്നറിയാമോ? 1640 അതായത് 1629 മുതൽ 1640 വരെ ഇംഗ്ലണ്ടിലെ പാർലമെന്റിലെ സമ്മേളനമില്ല, പൂട്ടിയിട്ടൊക്കെയാണ്. എത്ര വർഷക്കാലം? 11 വർഷക്കാലം ഇംഗ്ലണ്ടിലെ പാർലമെന്റ് എന്താണ്? പൂട്ടിയിട്ടൊക്കെയാണ്, സമ്മേളിച്ചില്ല. 1629 മുതൽ 1640 വരെയുള്ള 11 വർഷക്കാലം ഇംഗ്ലണ്ടിലെ പാർലമെന്റ് സമ്മേളിച്ചിട്ടില്ല, പാർലമെന്റ് പൂട്ടിയിട്ടു. ഈ 11 വർഷക്കാലം ഇയാൾക്ക് തോന്നിയതുപോലെ ഭരിച്ചു. അങ്ങനെ ഈ ഭരണത്തിന് പറയുന്ന പേരാണ് ഇറ ഓഫ് ടിറണി, അതായത് ചാൾസ് ഒന്നാമന്റെ നിഷ്ഠൂര ഭരണം. എന്താ വിളിക്കുന്നത്? ഇറ
ഇറ ഓഫ് ടിറണി. അപ്പൊ ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിൽ ഇറ ഓഫ് ടിറണി എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? 1629 മുതൽ 1640 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇറ ഓഫ് ടിറണി എന്ന് വിളിക്കുന്നത്. ഇറ ഓഫ് ടിറണി. ക്ലിയർ ആണേ? അപ്പോ എന്താണ് ഇറ? ടിറണി എന്ന് പറഞ്ഞാൽ നിഷ്ഠൂരം അല്ലെ? ഇറ ഓഫ് ടിറണി, നിഷ്ഠൂര ഭരണം. ആരുടെ നിഷ്ഠൂര ഭരണം? ചാൾസ് ഒന്നാമന്റെ. കാരണം എന്താ? പാർലമെന്റ് ഇല്ല. എത്ര വർഷം പാർലമെന്റ് ഇല്ല? 1629 മുതൽ 40 വരെയുള്ള 11 വർഷക്കാലം പാർലമെന്റ് സമ്മേളിക്കുന്നേ ഇല്ല. പാർലമെന്റ് സമ്മേളനം ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് അല്ലെ? പാർലമെന്റ് സമ്മേളിക്കാത്ത കാലഘട്ടം ഏത് മുതൽ ഏതുവരെ? 1629 മുതൽ 1640 വരെ. എത്ര വർഷക്കാലം? 11 വർഷക്കാലം. ഈ കാലഘട്ടത്തെ വിളിക്കുന്ന പേരെന്താണ്? ഇറ ഓഫ് ടിറണി. ആരുടെ നിഷ്ഠൂര ഭരണമാണ്? നമ്മുടെ ചാൾസ് ഒന്നാമന്റെ നിഷ്ഠൂര ഭരണം. ഈ സമയത്താണ്, ഏതാണ്ട് 1640 ആയ സമയത്ത് സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ടുമായി ഒരു യുദ്ധം നടത്താൻ ഒരുമ്പെടുകയാണ്. ഏത് രാജ്യമാണ്? സ്കോട്ട്ലൻഡ്. മനസ്സിലായിക്കൊള്ളണേ മക്കളെ. ഒന്നുകൂടെ, നിഷ്ഠൂര ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ് 1640 കാലഘട്ടമൊക്കെ ആയേ. ഈ സമയത്ത് സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ടിനെ ആക്രമിക്കാൻ എത്തി. അപ്പോ ഇംഗ്ലണ്ടിന് തിരിച്ച് യുദ്ധം ചെയ്യണമല്ലോ. യുദ്ധം ചെയ്യണമെങ്കിൽ എന്താണ്? ആർമിക്ക്, ആയുധങ്ങൾക്ക് ഒക്കെ നല്ല പൈസ വേണം. അപ്പൊ പണം കണ്ടെത്തുന്നതിന് വേണ്ടി, പണം വേണമെങ്കിൽ പാർലമെന്റ് സമ്മേളിച്ചിട്ട് എന്ത് ചെയ്യണം? ജനങ്ങളുടെ മേൽ വീണ്ടും നികുതികൾ ചുമത്തണം. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യുന്നറിയാമോ? ജനങ്ങളുടെ മേല് നികുതികൾ ചുമത്തുന്നതിന് വേണ്ടി 1640 പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടുന്നു. 1640 ഇയാള് എന്ത് ചെയ്യുന്നു? പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടുകയാണ്. എന്തിനു വേണ്ടിയാണ് 1640 ചാൾസ് ഒന്നാമൻ പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്? സ്കോട്ട്ലൻഡ് ആക്രമിക്കാൻ വന്നു. അപ്പൊ യുദ്ധം ചെയ്യണം, തിരിച്ച് പണം വേണം. അപ്പോ അങ്ങനെ പണം വേണമെങ്കിൽ പുതിയ നികുതി ചുമത്തണം. പുതിയ നികുതികൾ ചുമത്തണമെങ്കിൽ പാർലമെന്റ് വേണം. അപ്പൊ പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടി. ഏത് വർഷമാണ് വിളിച്ചു കൂട്ടിയത്? 1640 പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടുകയാണ് ചാൾസ് ഒന്നാമൻ. അങ്ങനെ 1640 സമ്മേളിക്കുന്ന ഈ പാർലമെന്റ് സമ്മേളനം പിന്നെ അവസാനിക്കുന്നത് എപ്പോഴെന്നറിയാമോ? 1660 അവസാനിക്കുന്നത്. 20 വർഷക്കാലം കണ്ടിന്യൂസ് ആയിട്ട് പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. ഏത് മുതൽ ഏതുവരെ? 1640 മുതൽ 1660 വരെ ഉള്ള 20 വർഷക്കാലം അദ്ദേഹം എന്ത് ചെയ്യുന്നു? പാർലമെന്റ് സമ്മേളനം അങ്ങ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് അദ്ദേഹത്തെ വധിക്കും, അത് നമുക്ക് പറയാം. അപ്പോ ഈ 1640 1660 ഇടയ്ക്കുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പാർലമെന്റ് സമ്മേളനത്തെ ഒരു പേരിട്ട് വിളിക്കും. അതിന് പറയുന്ന പേരാണ് ലോങ് പാർലമെന്റ്. എന്താ പേര്? ലോങ് പാർലമെന്റ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നീണ്ട പാർലമെന്റ് എന്ന് പറയാം. 20 വർഷം കണ്ടിന്യൂസ് സമ്മേളനമാണ് നീണ്ട പാർലമെന്റ് എന്ന് പറയാം. ലോങ് പാർലമെന്റ് അഥവാ നീണ്ട പാർലമെന്റ്. അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞേ? സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ടിനെ ആക്രമിക്കാൻ വന്നപ്പോൾ പുതിയ നികുതികൾ ചുമത്തേണ്ടി വന്നു രാജാവിന്, ചാൾസിന്. അങ്ങനെ ചാൾസ് എന്ത് ചെയ്തു? പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നു. ഏത് വർഷം വിളിച്ചു കൂട്ടി? 1640. ഈ പാർലമെന്റ് സമ്മേളനം ഏതുവരെ നീണ്ടു? 1660 വരെ നീണ്ടു. ഇതിനിടയ്ക്ക് ഇതിന് വിളിക്കുന്ന പേരെന്താണ്? ലോങ് പാർലമെന്റ് എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ ലോങ് പാർലമെന്റ് എന്ന് വിളിക്കുന്നത്. ലോങ് പാർലമെന്റ്. മറക്കില്ല മക്കളെ. ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയാമോ? 1649 1649 നമ്മൾ നേരത്തെ കണ്ടല്ലോ. 1649 ഇയാളുടെ വധം, മരണം അല്ലെ? 1649 ഇദ്ദേഹത്തെ വധിക്കുന്നു. അപ്പോ ചാൾസ് ഒന്നാമനെ വധിച്ച വർഷം എപ്പോഴാണ്? 1649 ചാൾസ് ഒന്നാമനെ വധിച്ചത്. ഇനി അവിടെ ഒരല്പ ഹിസ്റ്ററി മാറുകയാണ്. ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിൽ അല്പ വ്യത്യാസം വരുന്നു. ഒരു സിവിൽ വാർ ആരംഭിക്കുന്നു അവിടെ അല്ലെ? അതിനകത്ത് ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകുന്നു. അതാണ് നമുക്ക് പഠിക്കേണ്ടത്. അത് നമുക്ക് പഠിക്കാം. അതിനു മുമ്പായിട്ട് ഇത്രയും നമുക്കൊന്ന് സെറ്റാക്കണം. ചാൾസ് ഫസ്റ്റ് സെറ്റാക്കണം. ജെയിംസ് ഫസ്റ്റ് മനസ്സിലായല്ലോ മക്കളെ? ജെയിംസ് ഫസ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? 1603 ജെയിംസ് ഒന്നാമൻ അധികാരത്തിൽ വന്നു അല്ലെ? അദ്ദേഹത്തിന്റെ സ്വഭാവം എന്തൊക്കെയാണ്? രാജാധികാരം ദൈവത്വമാണെന്ന് പറഞ്ഞു അല്ലെ? പിന്നെ എന്താണ്? നോ ബിഷപ്പ് നോ കിങ് എന്ന് പറയുന്നു. ഫ്യൂഡൽ പ്രഭുക്കന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. മധ്യവർഗത്തെ അടിച്ചമർത്തുന്നു. പാർലമെന്റിനെ ഗവനിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. പാർലമെന്റിനെതിരാകുന്നു. ഇദ്ദേഹത്തെ വിശേഷിച്ച് എന്താണ്? ക്രൈസ്തവ ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ വിഡ്ഢി
എന്നാണ്. അത് മനസ്സിലാക്കണേ. ക്രൈസ്തവ ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ വിഡ്ഢി എന്ന് വിശേഷിപ്പിക്കുന്ന ജെയിംസ് രാജാവിനെയാണ് വിശേഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റുവർട്ട് രാജവംശത്തിലെ ജെയിംസ് ഒന്നാമനെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. എപ്പോഴാണ് നാട് നീങ്ങിയത്? 1625. അദ്ദേഹം മരിച്ച ഉടനെ ആര് വരുന്നു? ചാൾസ് ഒന്നാമൻ വരുന്നു. വർഷം എപ്പോഴാണ്? 1625. ചാൾസ് ഒന്നാമൻ പാർലമെന്റ് പിരിച്ചുവിട്ട വർഷം സെയിം ഇയർ ആണ്, 1625. എന്നിട്ട് അദ്ദേഹം സ്വന്തമായിട്ട് നികുതി ചുമത്തുന്നല്ലോ, ടണ്ണേജ്, പൗണ്ടേജ്. പാർലമെന്റ് പിരിച്ചുവിട്ടിട്ട് ചാൾസ് ഒന്നാമൻ സ്വയം പ്രഖ്യാപിച്ച നികുതികൾ ഏതെല്ലാം? ടണ്ണേജ്, പൗണ്ടേജ്. 1628 എന്താ സംഭവിക്കുന്നത്? പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് സംഭവിക്കുന്നു. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്താണ്? പാർലമെന്റ് അംഗങ്ങൾ അവർക്ക് അനുകൂലമായ, ഇംഗ്ലണ്ടിന് അനുകൂലമായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നിട്ട്, എഴുതി കൊണ്ടുവന്നിട്ട് രാജാവിനെ കൊണ്ട് അതിൽ ഒപ്പുവയ്ക്കുന്നു. ഈ നിയമസംഹിതയ്ക്ക് പറയുന്ന പേരാണ്, ഈ നിവേദനത്തിന് പറയുന്ന പേരാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച രാജാവ് ചാൾസ് ഒന്നാമൻ. പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ചാൾസ് ഒന്നാമൻ ഒപ്പുവെച്ചത് 1628 ജൂൺ മാസം 7-ാം തീയതിയാണ്. തൊട്ടടുത്ത വർഷം പെറ്റീഷൻ ഓഫ് റൈറ്റ്സിനെയൊക്കെ ഇദ്ദേഹം എന്താണ് അവഗണിച്ചു. ഇനി പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒന്നും ഇവിടെ ഇല്ല, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് 1629 ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? പാർലമെന്റ് പിരിച്ചുവിടുന്നു. 1625 പിരിച്ചുവിട്ടത് വീണ്ടും ഇതാ രണ്ടാമതും പിരിച്ചുവിടുന്നു പാർലമെന്റ് 1629. ആ പാർലമെന്റ് സമ്മേളനം പിന്നെ കൂടുന്നത് എപ്പോഴാണ്? 1640. അതായത് 1629 മുതൽ 1640 വരെയുള്ള 11 വർഷക്കാലം പാർലമെന്റ് സമ്മേളിച്ചിട്ടില്ല ഇംഗ്ലണ്ടിൽ. ഈ 11 വർഷക്കാലത്തെ അറിയപ്പെടുന്നത് ഇറ ഓഫ് ടിറണി എന്നാണ്. ഇറ ഓഫ് ടിറണി. ഈ കാലഘട്ടത്തിൽ ചാൾസ് രാജാവ് ഒരു നികുതി കൂടി ചുമത്തി. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ആ നികുതിയുടെ പേരാണ് ഷിപ്പ് മണി. എന്താ പേര്? ഷിപ്പ് മണി എന്ന് പറയുന്ന ഒരു നികുതിയുടെ ചുമത്തി. ഷിപ്പ് മണി. അപ്പൊ നോക്കിക്കൊള്ളൂ, ഷിപ്പ് മണി. ഞാൻ ഇപ്പുറത്ത് മാറ്റി എഴുതാമേ. ഷിപ്പ് മണി. ഷിപ്പ് മണി. അപ്പൊ 3 നികുതികൾ നമ്മൾ പറഞ്ഞു. നേരത്തെ 1625 പാർലമെന്റ് പിരിച്ചുവിട്ടിട്ട് പ്രഖ്യാപിച്ച നികുതികളാണ് ടണ്ണേജ്, പൗണ്ടേജ്. ഇപ്പൊ ഇവിടെ ഷിപ്പ് മണി എന്ന് പറയുന്ന പുതിയൊരു നികുതിയും കൂടെ ഇയാള് ചുമത്തുകയാണ്. അപ്പോൾ ടണ്ണേജ്, പൗണ്ടേജ് നികുതി ചുമത്തിയത് ആരാണ്? ചാൾസ് ഒന്നാമൻ. ഷിപ്പ് മണി എന്ന് പറയുന്ന നികുതി ചുമത്തിയതും ചാൾസ് ഒന്നാമനാണ്. നമ്മളിവിടെ പറഞ്ഞു നിർത്തിയതാണ് ഇറ ഓഫ് ടിറണി. ഇത്ര വർഷക്കാലം? 11 വർഷക്കാലം. ഏത് മുതൽ ഏത് വരെ? 1629 മുതൽ 1640 വരെ. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ടുമായിട്ട് യുദ്ധത്തിന് വരുന്നത്. അപ്പോൾ പുതിയതായിട്ട് നികുതി ചുമത്തണം. മറ്റ് നിവർത്തിയില്ല, പാർലമെന്റ് വിളിച്ചു കൂട്ടിയേ പറ്റൂ. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യുന്നു? 1640 വീണ്ടും പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നു. അല്ലെ? ഈ പാർലമെന്റ് സമ്മേളനം 20 വർഷക്കാലം നീണ്ടു നിന്നു. ഈ 20 വർഷം 1640 മുതൽ 1660 വരെയുള്ള 20 വർഷക്കാലത്തെ നീണ്ട പാർലമെന്റ് സമ്മേളനം എന്ന് വിളിക്കുന്നു. ഇതിനിടയ്ക്ക് 1649 പാർലമെന്റുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ നമ്മുടെ ചാൾസ് ഒന്നാമൻ എന്ത് ചെയ്യുന്നു? വധിക്കുന്നു. ചാൾസ് ഒന്നാമൻ കൊല്ലപ്പെട്ട വർഷം മക്കളെ പറ. ചാൾസ് ഒന്നാമൻ എപ്പോഴാണ് കൊല്ലപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, ചാൾസ് ഒന്നാമൻ കൊല്ലപ്പെട്ട വർഷം 1649 ചാൾസ് ഒന്നാമൻ കൊല്ലപ്പെട്ടത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇംഗ്ലണ്ടിൽ നടന്ന ഒരു ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ചാണ്. ആഭ്യന്തര യുദ്ധം, അല്ലെങ്കിൽ അതിനെ നമുക്ക് സിവിൽ വാർ എന്ന് പറയാം. സിവിൽ വാർ. ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധം നടന്നു, അതിനെ നമുക്ക് സിവിൽ വാർ എന്ന് പറയാം. അത് എപ്പോഴും മുതൽ എപ്പോഴെന്ന് അറിയാമോ? 1642 മുതൽ 1651 വരെയാണ് ഒരു സിവിൽ വാർ. അത് ആയുധമെടുത്തുള്ള പോരാട്ടം തന്നെയാണ്, അധികാര കൈമാറ്റം അല്ല കേട്ടോ. പാർലമെന്റും അധികാര കൈമാറ്റം ഇപ്പൊ നടന്നില്ല. ഒരു സിവിൽ വാർ ഇടയ്ക്കുള്ള കുറച്ച് വർഷം. ഏത് മുതൽ? 1642 മുതൽ 651 വരെ. ഇതാണ് ഇംഗ്ലണ്ടിലെ സിവിൽ വാർ എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിലായിരിക്കും? അതായത് പാർലമെന്റും പിന്നെ ആരാണ്? ചാൾസ്. നേരത്തെ നമ്മൾ വധിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ രാജാവും ചാൾസ് ഒന്നാമനും പാർലമെന്റും തമ്മിൽ സിവിൽ വാർ നടന്നു. ഈ സിവിൽ വാറിൽ പാർലമെന്റിനെ നയിച്ചത് ഒളിവർ ക്രോംവെല്ലാണ്. എന്താ പേര്? ഒളിവർ ക്രോംവെൽ. ഒന്നുകൂടെ പറയാം. 1642 പാർലമെന്റും രാജാവും തമ്മിൽ ഒരു സിവിൽ വാർ ഉണ്ടായി. ഈ സിവിൽ വാർ പാർലമെന്റിനെ നയിച്ചത് ഒളിവർ ക്രോംവെൽ എന്ന് പറയുന്ന ഒരു മിടുക്കനാണ്. അങ്ങനെ ഈ സിവിൽ വാറിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? പാർലമെന്റ് വിജയിക്കുകയാണ്. 1649 ചാൾസ് ഒന്നാമനെ വധിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 1649 ഇതാ കണ്ടുകൂടെ, ചാൾസ് ഒന്നാമനെ വധിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ സംഭവം നമ്മൾ ഒന്നുകൂടെ പറയണേ. ഈ സിവിൽ വാറില് ഒളിവർ ക്രോംവെല്
ചാൾസ് ഒന്നാമനെ വധിക്കുകയാണ്. ചാൾസ് ഒന്നാമനെ വധിച്ചു. അതിന്റെ അർത്ഥം എന്താ? സിവിൽ വാറിൽ ആര് ജയിച്ചു? പാർലമെന്റ് ജയിച്ചു. ചാൾസ് ഒന്നാമനെ വധിച്ചു കളഞ്ഞു. അപ്പൊ ചാൾസ് ഒന്നാമനെ വധിക്കുന്നത് ഈ സിവിൽ വാറിലൂടെയാണ്, അല്ലെ? അപ്പോ അവിടെ കുറച്ചു കാലത്തേക്ക് രാജഭരണമല്ല വരുന്നത്. ആര് വന്നെന്നറിയാമോ? ചാൾസ് ഒന്നാമനെ വധിച്ചതിന് ശേഷം ഒളിവർ ക്രോംവെല്ല് അധികാരത്തിൽ വന്നു. ഏത് വർഷം? 1649. മക്കളെ, നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് 1642 ഇംഗ്ലണ്ടിൽ ഒരു സിവിൽ വാർ ആരംഭിച്ചു. ആരൊക്കെ തമ്മിൽ? പാർലമെന്റും ചാൾസ് ഒന്നാമൻ രാജാവും തമ്മിൽ. ആ സിവിൽ വാർ എപ്പോഴാണ് അവസാനിച്ച്? 1651 അവസാനിക്കുന്നത്. ആ സിവിൽ വാറിൽ പാർലമെന്റ് സേനയെ നയിക്കുന്നത് ആരാണ്? ഒളിവർ ക്രോംവെൽ. അങ്ങനെ പാർലമെന്റ് വിജയിക്കുന്നു. സിവിൽ വാർ കുറച്ചു കാലം നീണ്ടു വന്നു, 51 വരെ നീണ്ടു വന്നു. പക്ഷേ 1649 ചാൾസ് ഒന്നാമനെ വധിക്കുന്നു. പാർലമെന്റ് വിജയിച്ചു. അങ്ങനെ രാജാവല്ല പിന്നെ അധികാരത്തിൽ വന്നത്, പാർലമെന്റിന്റെ സേനയെ നയിച്ച ഒളിവർ ക്രോംവെൽ അധികാരത്തിൽ വന്നു. ഏത് വർഷം? 1649 ഒളിവർ ക്രോംവെൽ അധികാരത്തിൽ വരികയാണ്. ഇനി നമുക്ക് പറയേണ്ടത് ഈ ഒളിവർ ക്രോംവെല്ലുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് നമുക്കിവിടെ പറയേണ്ടത്. അദ്ദേഹത്തിന്റെ ഭരണമാണ്. ഒളിവർ ക്രോംവെൽ അധികാരത്തിൽ വന്ന വർഷം പറ? 1649 അധികാരത്തിൽ വന്നു. ഒളിവർ ക്രോംവെൽ അന്തരിക്കുന്നത് 1658. ഒന്നുകൂടെ പറയാം. ഒളിവർ ക്രോംവെൽ ചാൾസ് ഒന്നാമനെ വധിച്ചിട്ട് അധികാരത്തിൽ വന്നു 1649. അദ്ദേഹം അന്തരിക്കുന്നത് 1658 വരെ അദ്ദേഹം ഭരിക്കുന്നു. 58 അന്തരിക്കുന്നു. ഇനി നോക്കാം, ഒളിവർ ക്രോംവെലിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് 2-3 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതൊക്കെ ആണ് അത് എന്ന് നോക്കാം. ഒളിവർ ക്രോമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അതായത് ഒളിവർ ക്രോംവെലിനെ വിശേഷിപ്പിക്കുന്നത് ഇംഗ്ലണ്ടിലെ നെപ്പോളിയൻ എന്നാണ്. എന്താണ്? ഇംഗ്ലണ്ടിലെ നെപ്പോളിയൻ എന്നാണ് ഒളിവർ ക്രോംവെലിനെ വിശേഷിപ്പിക്കുന്നത്. ഇംഗ്ലണ്ടിലെ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഒളിവർ ക്രോംവെലിനെയാണ്. മറക്കണ്ട, ഒളിവർ ക്രോംവെലിനെ ഇംഗ്ലണ്ടിലെ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടത്തെ അറിയപ്പെടുന്നത് കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ്. എന്താണ്? ഇദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം അറിയപ്പെടുന്നത് കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ്. മറക്കണ്ട, ഒളിവർ ക്രോംവെലിന്റെ ഭരണ കാലഘട്ടത്തെ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ ഭരണ രീതിയെ വിശേഷിപ്പിക്കുന്നത് പ്രൊട്ടക്ടറേറ്റ് എന്നാണ്. എന്താ പേര്? പ്രൊട്ടക്ടറേറ്റ്. ഒന്നുകൂടെ പറയാം. ഒളിവർ ക്രോംവെലിന്റെ ഭരണകാലം അറിയപ്പെടുന്നത് കോമൺവെൽത്ത്. ഒളിവർ ക്രോംവെലിന്റെ ഭരണരീതി അറിയപ്പെടുന്നത്, ഭരണ സംവിധാനം അറിയപ്പെടുന്നത് പ്രൊട്ടക്ടറേറ്റ് എന്നാണ്. ഇനി ഇദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിക്കുന്നത് ലോർഡ് പ്രൊട്ടക്ടർ എന്നാണ്. എന്താ വിശേഷിപ്പിക്കുന്നത്? ലോർഡ് പ്രഭു, ലോർഡ് പ്രൊട്ടക്ടർ. അപ്പോ ഭരണ സംവിധാനം അറിയപ്പെടുന്നത് പ്രൊട്ടക്ടറേറ്റ്. ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേര് ലോർഡ് പ്രൊട്ടക്ടർ. ആരാണ് ഇദ്ദേഹം? ഒളിവർ ക്രോംവെൽ. അല്ലെ? അപ്പോ ഈ ഒളിവർ ക്രോംവെൽ ചെയ്ത് എന്തെന്നറിയാമോ? ഈ ഒളിവർ ക്രോംവെൽ ഭരണം കിട്ടി, അതായത് പാർലമെന്റ് അംഗങ്ങളാണ് ഇയാളെ ഭരണാധികാരിയാക്കിയത്. രാജാവല്ലേ? രാജഭരണമല്ല, രാജാവല്ല, ഭരണകർത്താവാണ്. പാർലമെന്റ് രാജാവിനെ പരാജയപ്പെടുത്തിയിട്ട് ഇയാളെ ഭരിക്കാൻ പറഞ്ഞു. ഭരണകർത്താവ് എന്ന് പറയാം, ഭരണാധികാരി. അപ്പൊ തുടക്കത്തിൽ നല്ല ഭരണമായിരുന്നു. കാലം കുറെ കഴിഞ്ഞപ്പോൾ ഭരണം, അതായത് അധികാരത്തിന്റെ അപ്പക്കഷ്ണങ്ങൾ നുണഞ്ഞു തുടങ്ങിയപ്പോൾ ഒളിവർ ക്രോംവെലിന്റെ സ്വഭാവം അങ്ങ് മാറി. എന്ത് ചെയ്യുന്നറിയാമോ? ഇയാള് പാർലമെന്റ് അംഗങ്ങൾ പറയുന്നത് കേൾക്കാതായി. ഇനി പാർലമെന്റ് അംഗങ്ങളിൽ കുറച്ചു പേര് ഇയാൾക്കെതിരായി. അപ്പൊ ഇയാൾ ചെയ്തെന്നറിയാമോ? ഇയാളെ എതിർക്കുന്ന പാർലമെന്റ് അംഗങ്ങളെ ഇയാൾ പുറത്താക്കി. ആരെയാണ് പുറത്താക്കിയത്? ഒളിവർ ക്രോംവെലിനെ എതിർക്കുന്ന പാർലമെന്റിലെ അംഗങ്ങളെ ഇയാൾ പുറത്താക്കുന്നു. അപ്പൊ പിന്നെ ആര് മാത്രമേ ഉള്ളൂ? ഈ ഒളിവർ ക്രോംവെലിനെ അനുകൂലിക്കുന്നവർ മാത്രമേ പാർലമെന്റിനകത്തുള്ളൂ. അങ്ങനെ ഈ പാർലമെന്റിന് പറയുന്ന പേരാണ് റംബ് പാർലമെന്റ്.
അഥവാ അവശിഷ്ട പാർലമെന്റ്. എന്താണ് ആ പാർലമെന്റ് പേര്? റംബ് പാർലമെന്റ് എന്നോ അല്ലെങ്കിൽ അവശിഷ്ട പാർലമെന്റ് എന്നോ പറയാം. അവശിഷ്ട പാർലമെന്റ് അഥവാ റംബ് പാർലമെന്റ്. മക്കളെ മനസ്സിലായിക്കൊള്ളൂ. റംബ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒളിവർ ക്രോംവെല്ലിനെ വിമർശിക്കുന്ന പാർലമെന്റ് അംഗങ്ങളെ ക്രോംവെൽ പുറത്താക്കുന്നു. തന്റെ അനുയായികൾ മാത്രമേ ആ പാർലമെന്റിൽ പിന്നെ അവശേഷിക്കുന്നുള്ളൂ. അങ്ങനെ ഒളിവർ ക്രോംവെല്ലിന്റെ അനുയായികൾ മാത്രമുള്ള ആ പാർലമെന്റിന്റെ പേരാണ് എന്താ? റംബ് പാർലമെന്റ് എന്നോ അല്ലെങ്കിൽ നമുക്കതിനെ അവശിഷ്ട പാർലമെന്റ് എന്നോ പറയാം. അപ്പോ ഇയാളോട് പാർലമെന്റ് അംഗങ്ങൾ പറഞ്ഞു, താങ്കളൊരു കാര്യം ചെയ്യൂ, രാജാവായിക്കോ, കിരീടധാരണമൊക്കെ എടുത്ത് രാജാവാൻ പറഞ്ഞു. ഞങ്ങൾ പറയും പോലെ പക്ഷേ കേൾക്കണം. ഇയാൾ സമ്മതിച്ചില്ല. അങ്ങനെ നിഷ്ഠൂരമായി കുറെ കാലം ഭരിച്ചു. ഒന്ന് നോക്കണേ, ഓരോരുത്തരുടെ സ്വഭാവം മാറുന്നതാണ് അല്ലേ? പാർലമെന്റ് സേനയെ നയിച്ച് ആ സമയത്ത് നല്ലവനായിരുന്നു, അധികാരത്തിലേറി നല്ലവനായിരുന്നു. അധികാരം കുറച്ച് കാലഘട്ടം അങ്ങോട്ട് മാറിയപ്പോൾ സ്വഭാവം അങ്ങ് മാറുന്നു. അങ്ങനെ തനി സ്വഭാവത്തിൽ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഭരിച്ചു. പാർലമെന്റ് അംഗങ്ങളിൽ കുറച്ചുപേരെ എതിരായപ്പോൾ എന്ത് ചെയ്ത്? അവരെ ചവിട്ടി പുറത്താക്കുന്നു. ഇയാളെ അനുകൂലിക്കുന്ന പാർലമെന്റ് അംഗങ്ങൾ മാത്രമായി മാറി. ആ പാർലമെന്റിന് പറയുന്ന പേരാണ് റംബ് പാർലമെന്റ് അഥവാ അവശിഷ്ട പാർലമെന്റ്. അപ്പൊ റംബ് പാർലമെന്റിന് കാരണക്കാരനായ ഭരണാധികാരി രാജാവല്ല, ഭരണാധികാരി ആരാണ്? ഒളിവർ ക്രോംവെല്ലാണ്. അങ്ങനെ ഈ ഒളിവർ ക്രോംവെൽ 1658 മരിക്കുന്നു. ഒളിവർ ക്രോംവെൽ മരിച്ച വർഷം പറ? 1658 ഇയാൾ മരിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഒളിവർ ക്രോംവെല്ലിനെ കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഒരുപാട് പറയാനുണ്ടായിരുന്നത് അല്ലെ? ചാൾസ് ഒന്നാമൻ മുതൽ നോക്കൂ, എന്തൊക്കെയാണ് പറയുന്നത്? ചാൾസ് ഒന്നാമന്റെ സ്വഭാവം എന്താണ്? 1625 അധികാരമേറി ഉടനെ പാർലമെന്റ് പിരിച്ചുവിട്ടു. തുടർന്ന് 2 നികുതികൾ ഇയാൾ ഏർപ്പെടുത്തി, ടണ്ണേജും പൗണ്ടേജും. ഇനി 1628 ഇയാൾ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പിടേണ്ടി വന്നു. അപ്പൊ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പിട്ട രാജാവ് ചാൾസ് ഒന്നാമനാണ്. 1628 ജൂൺ മാസം 7 പെറ്റീഷൻ ഓഫ് റൈറ്റ്സിലെ എല്ലാ കാര്യങ്ങളും ഇയാൾക്കെതിര്. പാർലമെന്റ് അനുകൂലം, സാധാരണക്കാർക്ക് അനുകൂലം. 1 വർഷം കഴിഞ്ഞപ്പോൾ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിനെ അവഗണിച്ചുകൊണ്ട് അയാൾ വീണ്ടും പാർലമെന്റ് പിരിച്ചുവിടുന്നു. ആ പാർലമെന്റ് 1640 വരെ അടഞ്ഞു കടന്നു, 11 വർഷക്കാലം. അപ്പൊ ഈ അടഞ്ഞു കടന്ന 11 വർഷക്കാലത്തെ അറിയപ്പെടുന്നത് ഇറ ഓഫ് ടിറണി, ചാൾസ് ഒന്നാമന്റെ നിഷ്ഠൂര ഭരണം എന്നറിയപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ വീണ്ടും ഇയാൾ ഒരു നികുതി പ്രഖ്യാപിച്ചു. അതിന്റെ പേരാണ് ഷിപ്പ് മണി എന്ന നികുതി. ദെൻ ഈ കാലഘട്ടത്തിലാണ് സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ടിനെ ആക്രമിക്കാൻ വരുന്നത്. അപ്പൊ കൂടുതൽ പണം വേണമെങ്കിൽ പുതിയ നികുതി ചുമത്തണം. പുതിയ നികുതി ചുമത്തണമെങ്കിൽ പാർലമെന്റ് കൂടണം. അങ്ങനെ 1640 ചാൾസ് ഒന്നാമൻ പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നു വീണ്ടും. ഈ പാർലമെന്റ് സമ്മേളനം 20 വർഷം നീണ്ടു നിന്നു. എന്ന് പറഞ്ഞാൽ 1640 മുതൽ 1660 വരെ ഈ 20 വർഷം നീണ്ടുനിന്ന പാർലമെന്റ് സമ്മേളനത്തിന് പറയുന്ന പേരാണ് നീണ്ട പാർലമെന്റ്. ഈ നീണ്ട പാർലമെന്റ് സമ്മേളനത്തിനിടയ്ക്കാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞു നിർത്തിയത് എന്തുണ്ടാകുന്നത്? സിവിൽ വാർ ആരംഭിക്കുന്നത്. ആ സിവിൽ വാറിനിടയ്ക്ക് 1649 ഈ ചാൾസ് ഒന്നാമൻ രാജാവിനെ ഒളിവർ ക്രോംവെൽ കൊല്ലുന്നു. ഇനി നമുക്ക് സിവിൽ വാർ നോക്കാം. സിവിൽ വാർ എന്താ പറയുന്നത്? അവിടുത്തെ ആഭ്യന്തര യുദ്ധം. അപ്പൊ ഇംഗ്ലണ്ടില് ചാൾസ് ഒന്നാമൻ രാജാവിന്റെ കാലത്താണ് ആഭ്യന്തര യുദ്ധം ഉണ്ടാകുന്നത്. ഏത് മുതൽ ഏതുവരെ? 1642 മുതൽ 1651 വരെ. ഒരു കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. ചാൾസ് ഒന്നാമന്റെ കാലഘട്ടത്തിൽ പാർലമെന്റും രാജാവും തമ്മിൽ പ്രത്യക്ഷമായൊരു പോരാട്ടം നടന്നു. അതാണ് ഈ സിവിൽ വാർ എന്ന് പറയുന്നത്. എപ്പോ മുതൽ എപ്പോ വരെ? 1642 മുതൽ 1651 വരെ. ലോങ് പാർലമെന്റ് സമ്മേളനത്തിൽ ഒരു കുറച്ചു കാലമാണ് ഈ സിവിൽ വാർ നടന്നത്. ഈ സിവിൽ വാർ ആരൊക്കെ തമ്മിലാണ്? പാർലമെന്റും രാജാവും തമ്മിൽ. ഈ സിവിൽ വാറിൽ രാജാവിനെ പാർലമെന്റിനെ ലീഡ് ചെയ്തത് ആരാണ്? ഒളിവർ ക്രോംവെല്ലാണ്. അവസാനം സിവിൽ വാർ അങ്ങനെ പുരോഗമിക്കുമ്പോൾ 1649 ജനുവരി മാസം 30 കറക്റ്റ് ഡേറ്റ് കേട്ടോ. ജനുവരി മാസം 30 1649 ജനുവരി മാസം 30 ഒളിവർ ക്രോംവെൽ ആരെ വധിക്കുന്നു? ചാൾസ് ഒന്നാമനെ വധിക്കുന്നു. തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞു. പിന്നെ ഇനി ആരുടെ വാഴ്ചയാണ്? ചാൾസ് ഒന്നാമന്റെ വാഴ്ചയാണ്. ചാൾസ് ഒന്നാമനെ അധികാരമേൽക്കുന്നു. ചാൾസ് ഒന്നാമൻ 1649 മുതൽ 1658 വരെ ഭരണം നടത്തി. ചാൾസ് ഒന്നാമനെ കുറിച്ച് 2-3 കാര്യങ്ങൾ. യൂറോപ്പിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു. ചാൾസ് ഒന്നാമന്റെ ഭരണ കാലഘട്ടം അറിയപ്പെടുന്നത് കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ്. ചാൾസ് ഒന്നാമന്റെ ഭരണ രീതി അറിയപ്പെടുന്നത് പ്രൊട്ടക്ടറേറ്റ് എന്നാണ്. ചാൾസ് ഒന്നാമനല്ല, ആരെക്കുറിച്ച് നമ്മൾ പറയുന്നു? ഒളിവർ ക്രോംവെൽ. ഒളിവർ ക്രോംവെൽ അധികാരമേൽക്കുന്നത് 1649. ഒളിവർ ക്രോംവെൽ അന്തരിക്കുന്നത് 1658. ഒളിവർ ക്രോംവെൽ യൂറോപ്പിലെ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഒളിവർ ക്രോംവെലിനെ ലോർഡ് പ്രൊട്ടക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നു.
ഒളിവർ ക്രോംവെലിന്റെ രണ്ട് പേരുകൾ ഏതൊക്കെ? യൂറോപ്പിലെ നെപ്പോളിയൻ, ലോർഡ് പ്രൊട്ടക്ടർ. ഒളിവർ ക്രോംവെലിന്റെ ഭരണകാലഘട്ടം അറിയപ്പെടുന്നത് കോമൺവെൽത്ത് എന്നാണ്. ഒളിവർ ക്രോംവെലിന്റെ ഭരണരീതി അറിയപ്പെടുന്നത് പ്രൊട്ടക്ടറേറ്റ് എന്നാണ്. ഇനി ഈ ഒളിവർ ക്രോംവെലിന്റെ ഭരണം കാലം കുറെ കഴിഞ്ഞപ്പോൾ ഏകാധിപത്യത്തിലേക്ക് മാറി. അങ്ങനെ പാർലമെന്റ് അംഗങ്ങളിൽ ചിലർ ഇദ്ദേഹത്തിന്റെ ഭരണത്തെ വെല്ലുവിളിച്ചു. അങ്ങനെ ഇദ്ദേഹത്തെ എതിർക്കുന്ന പാർലമെന്റ് അംഗങ്ങളെ ഒളിവർ ക്രോംവെൽ പുറത്താക്കുന്നു. ഇദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന പാർലമെന്റ് അംഗങ്ങൾ മാത്രമുള്ള ശുഷ്കമായ പാർലമെന്റായി മാറി കുറച്ചു കാലം. ഈ പാർലമെന്റിനെ, ഒളിവർ ക്രോംവെലിനെ അനുകൂലിക്കുന്ന അംഗങ്ങൾ മാത്രമുള്ള ഈ പാർലമെന്റിനെ വിശേഷിപ്പിക്കുന്ന പേര് റംബ് പാർലമെന്റ് അഥവാ അവശിഷ്ട പാർലമെന്റ് എന്നാണ്. എന്നാൽ 1658 ആര് മരിക്കുന്നു? ഒളിവർ ക്രോംവെൽ അന്തരിക്കുന്നു. ഒളിവർ ക്രോംവെലിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, രാജകുടുംബത്തിലുള്ള ആളല്ല. ഇടയ്ക്കൊരു ആഭ്യന്തര യുദ്ധം വന്ന് ചാൾസ് ഒന്നാമനെ വധിച്ചിട്ട് അധികാരം കിട്ടിയ ആളാണ്. ഏത് മുതൽ ഏതുവരെ? 1649 മുതൽ 1658 വരെ. ഇവിടെ ഒളിവർ ക്രോംവെലിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ ഇതൊക്കെയാണ്. ഒളിവർ ക്രോംവെലിനെ ഇംഗ്ലണ്ടിലെ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഭരണരീതിയെ പ്രൊട്ടക്ടറേറ്റ് എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹത്തെ തന്നെ വിളിക്കുന്നത് ലോർഡ് പ്രൊട്ടക്ടർ എന്നാണ്, അല്ലെ? ഇനി അദ്ദേഹത്തെ എതിർത്ത പാർലമെന്റ് അംഗങ്ങളെ പുറത്താക്കുകയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന പാർലമെന്റ് മെമ്പേഴ്സ് മാത്രമായി മാറി ആ പാർലമെന്റിനെ വിശേഷിപ്പിക്കുന്നതാണ് റംബ് പാർലമെന്റ് അഥവാ അവശിഷ്ട പാർലമെന്റ്. ഈ മനുഷ്യൻ എപ്പോൾ മരിക്കുന്നു? 1658 മരിക്കും. ക്ലിയർ ആണോ മക്കൾ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞതിൽ ഏതൊക്കെ രാജാക്കന്മാരായി? ജെയിംസ് ഒന്നാമനായി, കഴിഞ്ഞു, നാട് നീങ്ങി. ചാൾസ് ഒന്നാമനെ പറ്റി പറഞ്ഞു, 1649 വധിച്ചു കളഞ്ഞു. ഒളിവർ ക്രോംവെലിനെ പറ്റി പറഞ്ഞു, 1658 ഒളിവർ ക്രോംവെൽ മരിച്ചു. ഇനി രണ്ട് പേരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക് തീരുകയാണ്, അല്ലെ? അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ സീരിയൽ എന്ന് ഓർമ്മിച്ചുള്ളൂ, മനസ്സിൽ പറ. ആരൊക്കെയാണ്? ജെയിംസ് ഒന്നാമൻ, ചാൾസ് ഒന്നാമൻ, ഇടയ്ക്കൊരു ഇടവേളയിലെ ഒളിവർ ക്രോംവെൽ, വീണ്ടും ചാൾസ് രണ്ടാമൻ, അല്ലെ? ഇനി ആരാണ്? നമ്മുടെ ജെയിംസ് രണ്ടാമൻ. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ചാൾസ് രണ്ടാമനെ കുറിച്ചും ജെയിംസ് രണ്ടാമനെ കുറിച്ചും. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ചാൾസ് രണ്ടാമനെ പറ്റി നോക്കാം. ചാൾസ് സെക്കൻഡ്. അവിടെ അവസാനം നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞ ആളാരാണ്? ഒളിവർ ക്രോംവെൽ, അല്ലെ? ഒളിവർ ക്രോംവെൽ മരിച്ച വർഷം പറ. ഒളിവർ ക്രോംവെൽ മരിച്ച വർഷം 1658 ഇതിനിടയ്ക്ക് 59, 60 ഒരു 2 വർഷക്കാലം 1660 വരെ അവിടെ എന്തില്ല? ഒരു ഭരണ കാലഘട്ടം ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. രാജാവോ ഒരു ഭരണാധികാരിയോ ഇല്ല. അതായത് ഒരു ശൂന്യത അവിടെ ഉണ്ടായി. ഏത് മുതൽ? 1658 മുതൽ 1660 വരെ അവിടെ എന്തുണ്ടാകുന്നു? ഒരു ശൂന്യത ഉണ്ടാകുന്നു. എവിടെയാണ്? ഇംഗ്ലണ്ടിൽ. നോക്കാം. അതായത് 1660 മുതൽ 1685 വരെയുള്ള ഭരണകാലഘട്ടത്തെയാണ് ചാൾസ് രണ്ടാമന്റെ ഭരണം എന്ന് പറയുന്നത്. അപ്പൊ ചാൾസ് രണ്ടാമന്റെ ഭരണം പറ. 1660, 1685 ഒരു 2 വർഷത്തെ ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. ഒളിവർ ക്രോംവെലിന്റെ മരണശേഷം ഒളിവർ ക്രോംവെൽ 1658 മരിക്കുന്നല്ലോ. പിന്നെ 59, 58, 59 2 വർഷക്കാലം എന്താണ്? രാജാവോ ഭരണകർത്താവോ ഇല്ല. അങ്ങനെ ചാൾസ് രണ്ടാമൻ ഇതാ അധികാരമേൽക്കുന്ന വർഷമാണ് 1660. ഏതുവരെയാണ്? 1685 വരെയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. 85 അദ്ദേഹം മരിക്കുന്നു. ഇനി ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ജെയിംസ് ഒന്നാമനെ അപേക്ഷിച്ച്, ചാൾസ് ഒന്നാമനെ അപേക്ഷിച്ച്, ജെയിംസ് രണ്ടാമനെ അപേക്ഷിച്ച് ഇത്തിരി ഒരു നല്ല രാജാവായിരുന്നു ചാൾസ് രണ്ടാമൻ. ഇത്തിരി മനുഷ്യപ്പറ്റുള്ള ഒരു രാജാവായിരുന്നു. ആരാ? ഈ ചാൾസ് രണ്ടാമൻ എന്ന് പറയുന്ന രാജാവ്. നോക്കാം. അപ്പൊ ഇദ്ദേഹം എന്ത് പറയാം? ഒരു നല്ലവനായ രാജാവായിരുന്നു ചാൾസ് രണ്ടാമൻ എന്ന് പറയുന്ന രാജാവ്. ഇദ്ദേഹം പാർലമെന്റിന് കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ നൽകി. പാർലമെന്റിനെ ഇയാൾ എന്ത് ചെയ്തു? മാനിച്ചു, അല്ലെ? ആരെയാണ് മാനിച്ചത്? പാർലമെന്റിനെ മാനിച്ചു. ഫ്യൂഡൽ പ്രഭുക്കന്മാരെയൊക്കെ ഒരുവിധ അടിച്ചമർത്തണം എന്ന സ്വഭാവക്കാരനായിരുന്നു ഇദ്ദേഹം. അല്ലെങ്കിൽ ഇദ്ദേഹം മധ്യവർഗത്തെ എന്ത് ചെയ്തു? മധ്യവർഗത്തിന് വേണ്ടി ഭരിച്ചു. ഇദ്ദേഹത്തിന്റെ കാലത്ത് കുറേ നിയമങ്ങൾ എന്ത് ചെയ്യുന്നു? പാസ്സാക്കുകയാണ്. കുറേ നിയമങ്ങൾ പാസ്സാക്കി. അപ്പോൾ ജനങ്ങൾക്ക് അനുകൂലമായ കുറേ നിയമങ്ങൾ
ചാൾസ് രണ്ടാമന്റെ കാലഘട്ടത്തിൽ പാസ്സാക്കിയെടുക്കുന്നു. ഇത്തിരി മനുഷ്യപ്പറ്റുള്ള ആളാണല്ലോ. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒന്ന് രണ്ട് സംഘടനകൾ നിലവിൽ വന്നു. അതിൽ ഒന്നാണ് ബ്ലൂ റിബൺ എന്ന് പറയുന്ന ഒരു സംഘടന. എന്താണ് ബ്ലൂ റിബൺ? BLUE, ബ്ലൂ റിബൺ. അപ്പൊ ബ്ലൂ റിബൺ എന്ന് പറയുന്ന സംഘടന ജനങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല സംഘടനയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പാസ്സാക്കിയ ഒരു പ്രധാനപ്പെട്ട നിയമമാണ് ഹേബിയസ് കോർപ്പസ് നിയമം. ഹേബിയസ് കോർപ്പസ് നിയമം. ഹേബിയസ് കോർപ്പസ് അതായത് അനാവശ്യമായി അറസ്റ്റ് ചെയ്ത് മനുഷ്യരെ തടവിലടയ്ക്കാൻ പാടില്ല. അപ്പോൾ അനാവശ്യമായി മനുഷ്യരെ അറസ്റ്റ് ചെയ്ത് തടവിലടയ്ക്കുന്നതിനെതിരെ പാർലമെന്റിൽ പാസാക്കിയ ചാൾസ് രണ്ടാമന്റെ കാലത്ത് പാർലമെന്റിൽ പാസാക്കിയ നിയമത്തിന്റെ പേരാണ് ഏതാ? ഹേബിയസ് കോർപ്പസ്. അപ്പൊ അങ്ങനെ ഇത്രയും ഒരുവിധം നല്ലവനായ രാജാവായ ഇദ്ദേഹം 1685 എന്ത് ചെയ്യുന്നു? നാട് നീങ്ങുന്നു. ചാൾസ് രണ്ടാമൻ മരിക്കുന്നു. അപ്പോൾ തമ്മിൽ ഭേദം എന്ന് പറയാം അല്ലെ? ജെയിംസ് ഒന്നാമനെ അപേക്ഷിച്ച് ചാൾസ് ഒന്നാമനെ അപേക്ഷിച്ച് ഇനി നമ്മൾ വീണ്ടും പഠിക്കാൻ പോകുന്ന ജെയിംസ് രണ്ടാമനെ അപേക്ഷിച്ച് ഒളിവർ ക്രോംവെലിനെ അപേക്ഷിച്ച് നല്ല രാജാവായിരുന്നു ആര്? ചാൾസ് രണ്ടാമൻ. ഭരണകാലഘട്ടം പറയൂ. 1660 മുതൽ 1685 വരെയാണ് അല്ലെ? നല്ലവനാണ്. പാർലമെന്റിനെ മാനിച്ചു, മധ്യവർഗത്തെ മാനിച്ചു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കുറേ നിയമങ്ങൾ പാസാക്കി. ആ നിയമങ്ങളിൽ ഒന്നാണ് ഹേബിയസ് കോർപ്പസ് നിയമം. എന്താണ് ഹേബിയസ് കോർപ്പസ് നിയമം എന്ന് പറഞ്ഞാൽ? അനാവശ്യമായി പൗരന്മാരെ അറസ്റ്റ് ചെയ്ത് തടങ്കലടയ്ക്കാൻ പാടില്ല എന്നുള്ള നിയമമാണ് ഹേബിയസ് കോർപ്പസ്. അതിൽ നിന്നുമാണ് നമ്മുടെ റിട്ട് വന്നത് ഇന്ത്യയിൽ. ഹേബിയസ് കോർപ്പസ് റിട്ട് അല്ലെ? ഇതിൽ നിന്നുമാണ് അന്ന് പാസ്സാക്കിയതാണ് അല്ലെ? ഈ കാലഘട്ടത്തിൽ ഒരു സംഘടന രൂപീകരിച്ചു. ആ സംഘടനയുടെ പേരാണ് ഏതാണ്? ബ്ലൂ റിബൺ എന്ന് പറയുന്ന സംഘടന. ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഈ ചാൾസ് രണ്ടാമന്റെ കാലത്ത് ഇംഗ്ലണ്ടിലെ 2 പൊളിറ്റിക്കൽ പാർട്ടികൾ നിലവിൽ വന്നു. ആ പൊളിറ്റിക്കൽ പാർട്ടികളാണ് ഒന്ന് വിഗ് പാർട്ടി എന്ന് പറയേ, വിഗ് പാർട്ടി. മറ്റൊരു പാർട്ടിയുടെ പേരാണ് ടോറി പാർട്ടി. എന്താണ് വിഗുകളും ടോറികളും? ഒന്നുകൂടെ പറയാം. ചാൾസ് രണ്ടാമന്റെ കാലത്ത് നിലവിൽ വന്ന 2 രാഷ്ട്രീയ പാർട്ടികൾ ഏതെല്ലാം? ഇത് പൊളിറ്റിക്കൽ പാർട്ടികളാണ് കേട്ടോ. പൊളിറ്റിക്കൽ പാർട്ടികളാണ്. 2 പൊളിറ്റിക്കൽ പാർട്ടികളാണ്. ഏതൊക്കെയാടാ? ഒന്ന് വിഗ്, മറ്റൊന്ന് ടോറി. ചാൾസ് രണ്ടാമന്റെ കാലത്ത് ഇംഗ്ലണ്ടിൽ നിലവിൽ വന്ന 2 പൊളിറ്റിക്കൽ പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ, വിഗുകളും ടോറികളും. ചാൾസ് രണ്ടാമന്റെ കാലത്ത് രൂപം കൊണ്ട ഒരു സംഘടനയാണ് ബ്ലൂ റിബൺ സംഘടന. ചാൾസ് ഒന്നാമന്റെ കാലത്ത് പാർലമെന്റ് പാസാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഹേബിയസ് കോർപ്പസ് നിയമം. അനാവശ്യമായി പൗരന്മാരെ അറസ്റ്റ് ചെയ്ത് തടവിലടയ്ക്കരുത് എന്നതാണ് ഹേബിയസ് കോർപ്പസ് നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത്രയും ഒരുവിധം നല്ല കാര്യങ്ങൾ ചെയ്ത നമ്മുടെ ഈ ചാൾസ് രണ്ടാമൻ രാജാവ് 1685 നാട് നീങ്ങുന്നു. ഇനി പറയുന്നത് ഒന്നുകൂടെ പറയാം. നല്ലവനാണ്, പാർലമെന്റിനെ മാനിച്ചു, മധ്യവർഗത്തെ മാനിച്ചു. പിന്നെ വിഗ്, ടോറി എന്നീ രാഷ്ട്രീയ പാർട്ടികൾ രൂപം കൊണ്ടത് ചാൾസ് രണ്ടാമന്റെ കാലത്താണ്. ഹേബിയസ് കോർപ്പസ് നിയമം കൊണ്ടുവന്നു. ബ്ലൂ റിബൺ എന്ന സംഘടനയൊക്കെ ഉണ്ടാക്കി ഇയാളുടെ കാലത്ത്. 1685 എന്ത് ചെയ്യുന്നു? ഇദ്ദേഹം മരിക്കുകയാണ്. അവസാനത്തെ ആളിനെ പറ്റി നമ്മൾ പറയുകയാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ലാസ്റ്റ് രാജാവിന്റെ പേരെന്താണ്? ജെയിംസ്. തുടക്കത്തിൽ ജെയിംസ്, അവസാനവും ജെയിംസ് അല്ലേ? ഇവിടെ ജെയിംസ് രണ്ടാമൻ. ജെയിംസ് രണ്ടാമൻ അധികാരം ഏൽക്കുന്നത്. ചാൾസ് രണ്ടാമൻ മരിക്കുന്ന എപ്പോഴാണ്? നാട് നീങ്ങുന്ന എപ്പോഴാണ്? 1685. അതേ വർഷം ഇദ്ദേഹം അധികാരം ഏൽക്കുന്നു. ജെയിംസ് രണ്ടാമൻ 1655 മുതൽ 1688 വരെയാണ് ഇദ്ദേഹത്തിന്റെ ഭരണകാലം. ഇദ്ദേഹം അത്ര മെച്ചപ്പെട്ട ഭരണാധികാരിയൊന്നുമല്ല. 1685 അധികാരം ഏൽക്കുന്നു. അധികാരമേറ്റപ്പോൾ പാർലമെന്റ് പറഞ്ഞു, രാജാവേ, ഇനി രാജാക്കന്മാരുടെ നമ്പരൊന്നും ഇവിടെ എടുക്കണ്ട, നടക്കില്ല, ഇവിടെ ചെലവാവില്ല. അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്യുക, എത്രയും പെട്ടെന്ന് സ്ഥാനം ഒഴിയണം. താങ്കൾ സ്ഥാനം ചെയ്യണം, അബ്ഡിക്കേഷൻ നടത്തണം, സ്ഥാനത്യാഗം ചെയ്യണം. എന്നിട്ട് താങ്കൾക്ക് ഒരു മകളുണ്ടല്ലോ, അവളുടെ പേരാണ് മേരി സെക്കൻഡ്. മേരി സെക്കൻഡിന്റെ ഭർത്താവുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരാണ് വില്യം തേർഡ്. മേരിയും വില്യമും. താങ്കൾ ചെയ്യേണ്ടത് താങ്കളുടെ മകളായ മേരി സെക്കൻഡിനെയും മരുമകനായ വില്യം മൂന്നാമനെയും ഇവിടെ കൊണ്ടുവന്ന് രാജാവിന്റെ രാജ്ഞിയുമാക്കുക. എത്രയും പെട്ടെന്ന് താങ്കൾ സ്ഥാനത്യാഗം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തില്ല? വാളെടുത്തില്ല. അദ്ദേഹം എതിർത്തില്ല. പാർലമെന്റ് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം പതുക്കെ തടി കേടാകണ്ട എന്നുള്ള ചിന്തയിൽ അദ്ദേഹം നേരെ എവിടേക്ക് പോയെന്നറിയാമോ? ഫ്രാൻസിലേക്ക് പലായനം ചെയ്യുന്നു. രാജാവ് എവിടേക്ക് പലായനം ചെയ്തു? ഫ്രാൻസിലേക്ക്. പാർലമെന്റ് പറഞ്ഞു, രക്ഷയില്ല, താങ്കളിന് എന്ത് ചെയ്യണ്ട, ഭരിക്കേണ്ട ആവശ്യമില്ല. താങ്കളുടെ മകളുണ്ട് മേരി സെക്കൻഡ്,
താങ്കളുടെ മരുമകനുണ്ട്, മേരിയുടെ ഭർത്താവ് വില്യം. അപ്പൊ മേരിയെയും വില്യമിനെയും ഇവിടെ കൊണ്ടുവന്ന് ഭരണകർത്താക്കളാക്കുക. താങ്കൾ എത്രയും പെട്ടെന്ന് സ്ഥാനത്യാഗം ചെയ്യുക. അങ്ങനെ പാർലമെന്റ് പറഞ്ഞതിൻ പ്രകാരം ഇദ്ദേഹം 1688 ഫ്രാൻസിലേക്ക് പലായനം ചെയ്യുന്നു, ഓടിപ്പോവുകയാണ്. അങ്ങനെ ഇംഗ്ലണ്ടിലെ ഭരണകർത്താക്കളായി ജെയിംസ് രണ്ടാമന്റെ മകളും മരുമകനും, ആരൊക്കെ, മേരിയും വില്യമും വന്നു അധികാരമേറ്റു. അതോടുകൂടി ഈ വിപ്ലവം അവസാനിക്കുകയും ചെയ്തു. മഹത്തായ വിപ്ലവം തീർന്നു. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞല്ലോ, രക്തരഹിത വിപ്ലവം. ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ഇംഗ്ലണ്ടിൽ ഒരു ഭരണമാറ്റം നടന്നിരിക്കുകയാണ്, അല്ലെ? ജെയിംസ് രണ്ടാമൻ അവിടെ എതിർത്തോ? ഇല്ല. അദ്ദേഹം അബ്ഡിക്കേഷൻ നടത്തി, സ്ഥാനത്യാഗം ചെയ്തു, ഫ്രാൻസിലേക്ക് പോയി. ഒരു തുള്ളി രക്തം പോലും ചിന്തിയില്ല. അതുകൊണ്ടാണ് ഇതിനെ ബ്ലഡ് ലെസ് റവല്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഏത് വർഷമാണ് സംഭവിക്കുന്നത്? 1688 സംഭവിക്കുന്നു. ഇനി ഒറ്റ ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതായത് അപ്പൊ വില്യമും മേരിയും വന്നു. 1689 പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നു. അതിന്റെ പേര് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ്. ബിൽ ഓഫ് റൈറ്റ്സ്. ബിൽ ഓഫ് റൈറ്റ്സ്. പാർലമെന്റ് അനുകൂലമായ, ജനങ്ങൾക്ക് അനുകൂലമായ ചില നിയമങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, പാർലമെന്റിന് വിധേയമായി രാജാവ് ഭരിക്കണം. ഞാൻ എഴുതുന്നില്ല. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പാർലമെന്റിന് വിധേയമായി രാജാവ് ഭരിക്കണം. പാർലമെന്റിന് അധികാരങ്ങൾ കൂടുതൽ നൽകണം. 3, ആംഗ്ലിക്കൻ സഭയിലുള്ള ആള് മാത്രമേ ഇനി മേലാല് ഇവിടെ രാജാവോ രാജ്ഞിയോ ആവാൻ പാടുള്ളൂ. ആംഗ്ലിക്കൻ സഭക്കാരനാ മാത്രമേ രാജാവോ രാജ്ഞിയോ ആകാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള കുറേ നിയമങ്ങൾ എഴുതിയുണ്ടാക്കിയ ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയ വർഷമാണ് 1689. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ബിൽ ഓഫ് റൈറ്റ്സും പെറ്റീഷൻ ഓഫ് റൈറ്റ്സും. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എപ്പോഴാണ്? 1628. പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പിട്ടത് ആരാണ്? ചാൾസ് ഒന്നാമൻ രാജാവ്. ഇവിടെ ബിൽ ഓഫ് റൈറ്റ്സ് ഏത് വർഷം? 1689 ബിൽ ഓഫ് റൈറ്റ്സ്. ഓക്കെ. ബിൽ ഓഫ് റൈറ്റ്സിൽ പറഞ്ഞ വ്യവസ്ഥ എന്തൊക്കെയാണ്? പാർലമെന്റിന് വിധേയത്വം പ്രഖ്യാപിച്ചിട്ട് രാജാവ് ഭരിക്കണം. പാർലമെന്റിന് അധികാരങ്ങൾ കൂടുതൽ കൊടുക്കണം. പിന്നെ ആംഗ്ലിക്കൻ സഭാ വിശ്വാസികൾ മാത്രമേ പാർലമെന്റിലെ രാജാവും രാജ്ഞിയും ആകാൻ പാടുള്ളൂ. ക്ലിയർ ആണോ മക്കളെ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ. അപ്പൊ ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു? 1688 മഹത്തായ വിപ്ലവം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബ്ലഡ് ലെസ് റവല്യൂഷൻ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനകത്തുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുകയുള്ളൂ. ഒന്നുകൂടെ ഞാൻ എഴുതാൻ പോകുന്നില്ല, വേഗം ഒന്ന് പറയാമേ. ട്യൂഡർ രാജവംശം എപ്പോഴാണ്? 1485, 1603 അല്ലെ? സ്റ്റുവർട്ട് രാജവംശം എപ്പോഴാണ്? 1603, 1714. ആദ്യത്തെ സ്റ്റുവർട്ട് രാജാവാരാണ്? ജെയിംസ് ഒന്നാമൻ. ആര് മരിച്ചതിന് ശേഷമാണ് നിലവിൽ രാജാവായത്? അതായത് എലിസബത്ത് രാജ്ഞി 1603 മരിച്ചു. അപ്പോൾ നമ്മുടെ ജെയിംസ് ഒന്നാമന്റെ ഭരണകാലം എപ്പോഴെന്ന് പറയൂ? 1603, 1625. അടുത്ത് രണ്ടാമത്തെ സ്റ്റുവർട്ട് രാജാവിന്റെ പേരെന്താണ്? ചാൾസ് ഒന്നാമൻ രാജാവ്. ഭരണകാലഘട്ടം എപ്പോഴാണ്? 1625, 1649. വധിക്കുന്നു 49 അല്ലെ? ഇതിനിടയ്ക്ക് ഒരു പ്രൊട്ടക്ടർ വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് ഒളിവർ ക്രോംവെൽ. ഒളിവർ ക്രോംവെൽ അധികാരമേറ്റ വർഷം പറയൂ? 1649 മുതൽ 1658 വരെ അല്ലെ? വീണ്ടും നമ്മൾ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ചാൾസ് രണ്ടാമനെ കുറിച്ചാണ് പറഞ്ഞത്. ചാൾസ് രണ്ടാമൻ ഒരു നല്ല ഭരണകർത്താവായിരുന്നു. 1660, 1685 അദ്ദേഹവും നാട് നീങ്ങുന്നു. 1685 മുതൽ 1688 വരെയാണ് ആര്? നമ്മുടെ ജെയിംസ് രണ്ടാമൻ രാജാവ്. അദ്ദേഹം അബ്ഡിക്കേഷൻ ചെയ്യുന്നു, സ്ഥാനത്യാഗം ചെയ്യുന്നു, ഫ്രാൻസിലേക്ക് പോകുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മകളും മരുമകനും അധികാരമേൽക്കുന്നു. ഏത് വർഷം? 1689. ഇനി ബിൽ ഓഫ് റൈറ്റ്സും പെറ്റീഷൻ ഓഫ് റൈറ്റ്സും. പെറ്റീഷൻ ഓഫ് റൈറ്റ്സും ബിൽ ഓഫ് റൈറ്റ്സും. പെറ്റീഷൻ ഓഫ് റൈറ്റ്സിന്റെ വർഷം 1628. ഒപ്പിട്ട രാജാവ് ചാൾസ് ഒന്നാമൻ. ബിൽ ഓഫ് റൈറ്റ്സ് പാസ്സാക്കിയ വർഷം 1629. റംബ് പാർലമെന്റ് ആരുടെ കാലത്ത് എന്ന് ചോദിച്ചാൽ ഒളിവർ ക്രോംവെലിന്റെ കാലത്താണ്. അടുത്ത് ഇറ ഓഫ് ടിറണി ഏത് വർഷമാണ്? ഇറ ഓഫ് ടിറണി 1629 മുതൽ 1640 വരെ. ലോങ് പാർലമെന്റ് ഏത് മുതൽ ഏത് വരെയാണ്? 1640 മുതൽ 1660 വരെ. ഓക്കെ, സൂപ്പർ. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നമ്മൾ പഠിച്ചെടുത്തു. മനസ്സിലാകാത്തത് ആവർത്തിച്ച് എന്ത് ചെയ്യുക? കാണുക. ഓക്കെ, ആൾ ദി ബെസ്റ്റ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം.